റിസൾട്ടൊക്കെ കിട്ടിയപ്പോൾ അതൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ബിസിനസ്സായിട്ട്, എൻ്റെ കരിയറായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയാം, ടോട്ടൽ 225 ലക്ഷം രൂപ. കുറെ ആൾക്കാർ കൈ അടിച്ചില്ല, അടിക്കൂല. കാര്യം എന്താ അറിയോ, നിനക്കല്ലേ കിട്ടിയത്. ഇപ്പൊ പുതിയ ഒരു പ്രോഡക്റ്റ് വന്നു, അതിനോടനുബന്ധിച്ച് പുതിയ ഒരു 3 ടൈപ്പ് ഇൻകം കൂടി ആഡായിട്ടുണ്ട്. ഈ 3 ഇൻകം എന്റെ തുടക്ക സമയം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ടോട്ടൽ ഏർണിങ്സ് 10 കോടി രൂപയായിരുന്നു. എന്തായാലും ഇന്നിപ്പോ നമ്മളെല്ലാവരും പുതുതായിട്ട് വന്ന വ്യക്തികളൊക്കെ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ആ ഇൻകം എങ്ങനെയാണെന്ന് ഒക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ ഞാൻ തരാം. എന്തായാലും നമ്മൾ മോർ പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ, ശരിയല്ലേ? മോർ പവർ ഉപയോഗിക്കുന്ന വ്യക്തികളൊന്ന് കയ്യെടുത്താവും. കുറച്ച് ആൾക്കാർ ഉപയോഗിക്കും. ഞാൻ ഈ കമ്പനി ചെന്ന സമയത്ത് ഇത് ലോഞ്ച് ചെയ്ത ആ ടൈമിൽ MD എനിക്ക് ഫ്രീ തന്നായിരുന്നു. അപ്പോൾ ഒരു 300 ഗ്രാമിന്റെ വലുതും ഒരു 30 ഗ്രാമിന്റെ ഒരു 6 എണ്ണം, പിന്നെ നോർമൽ അതിൽ ഒരു 9 എണ്ണം ഉണ്ടായിരുന്നു, ചെറിയ കുപ്പി. എനിക്ക് ചെറുത് കിട്ടിയ എല്ലാവർക്കും ഞാൻ എൻ്റെ ലീഡേഴ്സിന് ഫ്രീ കൊടുത്തു. വലുത് ഞാൻ കൊടുത്തിട്ടില്ല, വലുത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് എൻ്റെ ലൈഫാണ് എനിക്ക് ബയോട്ടോറിയം തിരിച്ചു തന്നത്. കാരണം ബയോട്ടോറിയം മാട്രസ് പാഡ്, മാഗ്നറ്റിക് എനർജി വാട്ടർ ഇതൊക്കെ ഉപയോഗിച്ചപ്പോൾ 50 വയസ്സിൽ നിന്ന് 35 വയസ്സിലേക്ക് എന്നെ കൊണ്ടുപോയെങ്കിൽ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഞാൻ മോർ പവർ രാവിലെ 2 ഗ്രാം കഴിക്കുന്നില്ല, ഞാൻ വൈകിട്ട് 2 ഗ്രാം കഴിക്കുന്നത്. എന്നെ ശരിക്കും 5 വയസ്സാണ് ഉറപ്പിച്ച് 30 വയസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞങ്ങൾ തുടക്കത്തിൽ RK സാറിനോട് പറഞ്ഞ് ഈ മോർ പവറിനെ പറ്റിയുള്ള ഒരു എന്താ പറയുക, ഔട്ട്ലൈൻ, ഒരു അവയർനെസ്, ഒരു പ്രോഗ്രാം സാർ ചെയ്യണം എന്ന് പറയുമ്പോൾ അദ്ദേഹം നോ പറഞ്ഞു. RK ഫസ്റ്റ് നോ പറഞ്ഞു. അപ്പൊ ഞാൻ സേവർ സാർ ചോദിച്ചു എന്താണ് നോ പറയാൻ കാര്യം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 പോയിന്റാണ്. ഒന്ന്, ഈ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കണം. ഞങ്ങൾ അദ്ദേഹത്തിന് ആദ്യം ഫ്രീ കൊടുത്തു, ചെറിയ ബോട്ട് ഫ്രീ കൊടുത്തു. രണ്ടാമത്തെ കാര്യം, ഇന്ന് അദ്ദേഹം സ്ലൈഡിൽ ഒരുപാട് ഘടകങ്ങളോടെ പറഞ്ഞല്ലേ. ശരിക്കും നമ്മുടെ കോശങ്ങൾക്ക് ഞാനിരുന്ന് ആലോചിക്കായിരുന്നു, ആക്ച്വലി ഡെയിലി നമ്മൾ ഈ കോശങ്ങൾക്ക് ആവശ്യമുള്ള ഇതല്ലേ കൊടുക്കേണ്ടത്. അപ്പൊ അത്രയും സ്ലൈഡ് ഇരുന്ന് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പഠിച്ചു. കഴിഞ്ഞ 1 മാസത്തോളം അദ്ദേഹം ഇരുന്ന് പഠിച്ചത് കൊണ്ടാണ് നമുക്കിത് ഈ വിവരം കിട്ടിയത്, ആണോ അല്ലേ? 1 മാസം മുമ്പ് മോർ പവറിനെ പറ്റി അറിഞ്ഞ ആൾക്കാരെന്ന് കയർത്താവോ? പഠിച്ചോ ആരെങ്കിലും? അദ്ദേഹത്തിന്റെ ഈ 1 മാസം ഈ ഒരു കൺസെപ്റ്റിനെ പറ്റിയുള്ള പഠിത്തത്തിൽ കോടികൾ ഉണ്ടാക്കും. അദ്ദേഹം പഠിച്ചതുകൊണ്ട് നമുക്കും എന്ത് ചെയ്യാം, കോടികൾ നമുക്ക് ഉണ്ടാക്കാം. നിസ്സാര സംഭവമല്ല. അപ്പൊ ഞാൻ RK സാറിനെ സൗത്ത് ഇന്ത്യൻ ടീമിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കണം. RK സാർ മോർ പവറിനെ പറ്റി സംസാരിച്ചപ്പോ ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും ആവശ്യമാണെന്ന് തോന്നിയില്ലേ? അങ്ങനെ തോന്നിയവരെന്ന് കൈകൊട്ടാവും. ഓക്കെ, സാധിക്കും. ഇത് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഈ മോർ പവർ ഇന്ന് തന്നെ വാങ്ങും എന്നുള്ളത് കഴിയും. കള്ളത്തരം കാണിക്കണ്ട, ഉള്ളത് കൈവയ്ക്കാം. ഓക്കെ, സാധിക്കും. ഈ ഞാൻ രണ്ടാമത്തെ കാര്യം ചോദിച്ചപ്പോ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് കൈപൊക്കിയത്. ഭൂരിഭാഗം ആൾക്കാർ കൈപൊക്കിയില്ല. അതിന്റെ റീസൺ എന്താന്ന് പറയാമോ? പൈസ. ഈ ഒരു 10,000 രൂപ എടുക്കുന്നില്ലേ? അതില്ലാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ? പിന്നെന്താ പ്രശ്നം? നമ്മൾ കയറി നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന് പവർ ഇല്ല.
ഇനി 10 വർഷം കഴിഞ്ഞാലും പൈസ ഉണ്ടാവൂല. ഹലോ, റാഫിക്ക് 50 വയസ്സ് വരെ കയ്യിൽ പൈസ ഇല്ല. അതുവരെ ഞാൻ കയറുന്ന പ്ലാറ്റ്ഫോം മോശമായിരുന്നു. പടച്ചോ പറഞ്ഞു നീ ബൈറ്റോറെ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാൻ. ഇന്ന് പൈസ ഒരു പ്രശ്നമല്ല. ആ ഒരു ലൈഫിലേക്ക് ഞാനും എൻ്റെ ഫാമിലി ഹാപ്പിയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടീമിലുള്ള ലീഡേഴ്സും ഹാപ്പിയാണ്. നമ്മൾക്കും അങ്ങനെ ഒരു ലൈഫ് വേണ്ടേ? പൈസ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമല്ലാത്ത ഒരു ലൈഫ് ഇല്ലേ? എല്ലാം ക്വാളിറ്റി പ്രോഡക്റ്റുകൾ, ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ, ലൈഫ് സെറ്റ്, നമ്മൾക്ക് ആവശ്യം പോലെ, നമ്മളെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആവശ്യം പോലെ കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ കൈ ഇങ്ങനെ ഈ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷനിലേക്ക് മാറണ്ടേ? ആ നാട്ടുകാർക്ക് ഭ്രാന്തായിരിക്കും കേട്ടോ. ഞാൻ ജനുവരിയിലാണ് എൻ്റെ മോളുടെ എൻഗേജ്മെന്റ് നടന്നത്. സാധാരണ എൻഗേജ്മെന്റിൽ ഒരു 50-100 പേരെ വെച്ചിട്ടാണ് എൻഗേജ്മെന്റ് നടത്താറുള്ളത്, ശരിയല്ലേ? ഞാൻ 900 പേര് വിളിച്ചു, മനപ്പുറം വിളിച്ചതാ. ആൾക്കാർക്ക് മൊത്തം ഭ്രാന്തായി. ഒരു ഗതി പരഗതി ഇല്ലായിരുന്ന റാഫിദ 2 നില വീട്, 2 കാറും, മോളുടെ എൻഗേജ്മെന്റ്, കല്യാണം പോലെ നടത്തുന്നത്. അതൊന്നും അല്ല അവർക്ക് പ്രശ്നം. അവർക്ക് പ്രശ്നം നിന്റെ ഗ്ലാമർ പോകുന്നില്ല എന്നുള്ളതാണ്. ആൾക്കാർ ഭ്രാന്തരാണ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും ഒട്ടിക്കലത്തെ ഗ്ലാമർ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, ഉള്ള ആൾക്കാരാണ്. അത് നിലനിർത്തണ്ടേ? 2030 നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കാൻ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നടത്തിയിട്ടുണ്ട്? ഹലോ, നമ്മുടെ ആരോഗ്യമാണോ ലൈഫിൽ ഏറ്റവും വലിയ അസറ്റ്? ആണോ അല്ലേ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നുമല്ല. നമ്മൾ ബോഡി കട്ടക്കിരുന്നാൽ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഫീൽഡിലും പിടിച്ചു നിൽക്കാം, വീട്ടിലും പിടിച്ചു നിൽക്കാം. അപ്പൊ മോർ പവർ എന്ന് പറയുന്ന പുതിയ പ്രോഡക്റ്റ് എല്ലാവർക്കും ആവശ്യമുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിച്ച ആ നിമിഷം മുതൽ റിസൾട്ടാണ്. ആനയൊന്നും അല്ല ആർക്കേ പറയേണ്ടതിന്, വേറെ സാധനം ചേർക്കണം. ലൈഫ് എൻജോയ് ചെയ്യണം, അത് എല്ലാ അർത്ഥത്തിലും എൻജോയ് ചെയ്യണം. അതിന് നമ്മൾ ഇപ്പോഴത്തെ ജീവിത ശൈലി കൊണ്ട് പല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിവിധി കൊടുക്കണം, വേണ്ടേ? അപ്പൊ അത് വാങ്ങിക്കാൻ ഒരു 10,000 ഉറുപ്പിക നമ്മളുടെ കയ്യിൽ ഇല്ല എങ്കിൽ പരിശോധിക്കണം, നമ്മൾ പരിശോധിക്കണം. ആ 10,000 ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞിട്ടെ. ഹലോ, ഞാൻ സാധാരണ ഒരു RK സാർ ഒരു വെൽനസ് പ്രോഡക്റ്റിന്റെ ഇതിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ക്ലോസിംഗ് സെഷനിലാണ് കയറിയിരിക്കുന്നത്. ആക്ച്വലി ഞാനിത് ഒരു പുതിയ ഇതാണ് ഞാനിങ്ങനെ കയറിയിട്ടുള്ള ഇതില്. ഞാൻ രാവിലെ തന്നെ കയറി BBS NB വർക്ക്ഷോപ്പ് ട്രെയിനിങ് ഒക്കെ എടുത്തിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും എന്റെ മുന്നിലുള്ളൊരു കാര്യം, പുതിയ 3 ഇൻകം നിങ്ങൾക്ക് മനസ്സിലാകുക. അതിലെ നിങ്ങൾക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് 10,000 കൊടുത്ത് നമ്മൾ മോർ പവർ വാങ്ങുമ്പോൾ ആരോഗ്യവും കിട്ടണം. ആ വാങ്ങിയെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾക്ക് വേറെ ഇൻകവും ഉണ്ടാവണം. ക്ലിയർ ആയോ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാം. റൈറ്റ്? ഓക്കെ. ഈ നമ്മൾ ആദ്യത്തെ ഇൻകം മദർ പ്ലാൻ അറിയാലോ. ഇതിൽ എന്തൊക്കെ ഇൻകം ഉള്ളത്? അവയർനെസ് ബോണസ്, ഫാമിലി ബോണസ്, പെർഫോമൻസ് ബോണസ്. ഈ 3 പേരുകളായി ദിവസേന 2 നേരം TDS കട്ട് ചെയ്ത് പ്യുവർ വൈറ്റ് മണി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ 2,40,00,000 എനിക്ക് എന്റെ ഫാമിലിക്ക് കിട്ടിയത് ഈ 3 ടൈപ്പ് ഇൻകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ, ക്ലിയർ ആയില്ലേ? ഇതിനോട് കൂടെ പുതിയ ഒരു ഇൻകം വന്നിട്ടുണ്ട്, ഫാദർ പ്ലാൻ, ടീം ഡെഡിക്കേഷൻ ബോണസ്, ഡെവലപ്മെന്റ് ബോണസ്, സെൽഫ് റീപർച്ചേസ് ബോണസ്. ഈ മദർ പ്ലാനില് 10,000 ഫാമിലി ബോണസ് വാങ്ങിച്ച വ്യക്തികളൊന്നും ചേർന്നു. ഇതിൽ 50,000 രൂപ ഇൻകം വാങ്ങിച്ച വ്യക്തികൾ 50,000, 1 ലക്ഷം വാങ്ങിയ വ്യക്തികൾ, 5 ലക്ഷം വാങ്ങിയ വ്യക്തികൾ, 10 ലക്ഷം വാങ്ങിയ വ്യക്തികൾ, 20 ലക്ഷം വാങ്ങിയ വ്യക്തികൾ. ഇനി പുറയിലേ ഉണ്ടാവുള്ളൂ എല്ലാവരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്?
ഏത് പ്രോഗ്രാം നടന്നാലും ശരി, വരുമാനം കൂടുന്നവർ എങ്ങോട്ട് പോകും? ബാക്കിലോട്ട് പോകും. എന്റെ റിക്വസ്റ്റ് ഇതാണ്, വരുമാനം കൂടുന്നവര് ഫ്രണ്ടിലേക്ക് വന്നോ, പ്രതീക്ഷയിലെ കൂടുതൽ വരുമാനം കിട്ടും. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. പ്രോഗ്രാം ആർക്കെ ഇത്രയും നാള് പഠിച്ചു മനസ്സിലാക്കി നമ്മൾക്ക് ഇത് നമ്മളുടെ ആരോഗ്യത്തിനും ടീമിനും വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആർക്ക് ഇവിടെ ക്ലാസ് എടുക്കുമ്പോ പല ആൾക്കാരും എവിടെ നിൽക്കും? പുറത്ത് നിൽക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായിരുന്നു. ഭയങ്കര സീരിയസ് ആണ് കണ്ട. പക്ഷെ ഇവിടെ ഒന്ന് നോട്ട് ചെയ്തെടുക്കാനോ അതൊന്ന് മനസ്സിലാക്കാനോ ടീമിൽ 10 പേർക്ക് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ ടീമിൽ 10 പേർക്ക് പറഞ്ഞു കൊടുക്കാനോ ആർക്ക് ഇവിടെ പറഞ്ഞത് ആണല്ലേ? ഈ ബിസിനസിന്റെ ഈ മാർക്കറ്റിംഗിന്റെ ഒരു പ്രത്യേകത തന്നെ ഏതാണ്? പഠിക്കുക, പഠിപ്പിക്കുക, പഠിപ്പിക്കാൻ പരിശീലിപ്പിക്കുക. എന്താണ്? ആദ്യം നമ്മൾ പഠിക്കുക, പിന്നെന്താണ്? ടീമിനെ പഠിപ്പിക്കുക, പിന്നെന്താണ്? ടീമിലുള്ളവരെ പഠിപ്പിക്കാൻ പരിശീലിപ്പിക്കുക. ഈ 3 സംഗതികളാണ്. ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചേ തീരും. ആണോ അല്ലേ? മെയിൻ പ്രോഗ്രാം നടക്കുമ്പോ ഞാൻ ചോദിച്ചു, 1-2 പേര് ചോദിച്ചു, എന്താ വിളിക്കുന്നത്? അത് ഭയങ്കര സംഭവം. ഒരു സംഭവമില്ല, വെറുതെ. ഞാൻ ആലോചിക്കും, ഈ മണ്ടന്മാർക്ക് പുറത്തു നിന്ന് PV കിട്ടും. നോളജ് ആണ് പൈസ. ഈ ബിസിനസ്സിൽ നോളജ് ആണ് പൈസ. 1 മാഗ്നറ്റിക് തെറാപ്പിയെ പറ്റിയുള്ള നോളജ്, 2 മോർ വെൽനെസിനെ പറ്റിയുള്ള നോളജ്, 3 ബിസിനസ് പ്ലാനിനെ പറ്റിയുള്ള നോളജ്. ഹലോ, നിങ്ങൾ ഒരാളോട് പ്രോഡക്റ്റിനെ പറ്റി ഒരാൾക്ക് അവയർനെസ് കൊടുക്കും, അദ്ദേഹം എന്തെടുക്കും? പ്രോഡക്റ്റ് എടുക്കും. എസ്സോർണോ? നിങ്ങൾ മോർ പവറിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുമ്പോൾ അദ്ദേഹം എന്തെടുക്കും? മോർ പവർ എടുക്കും. നിങ്ങൾ ബിസിനസിനെ പറ്റിയുള്ള അവയർനെസ് കൊടുത്താൽ അദ്ദേഹം എന്തെടുക്കും? ബിസിനസ് എടുക്കും. പല ആൾക്കാരും അപ്രോച്ച് ചെയ്യുന്നത് പ്രോഡക്റ്റ് സെല് ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി അത് തന്നെയാണ് ബേസ്. പക്ഷെ അദ്ദേഹത്തിന് എന്തുകൂടി കൊടുക്കണം നമ്മള്? ഒരാൾക്ക് ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ അദ്ദേഹം നമ്മളുടെ കൂടെ എങ്ങനെ ബിസിനസ്സിലേക്ക് വരും? റാഫി 30 മാസം കൊണ്ട് 2 കോടിയിൽ കൂടുതൽ ഉണ്ടാക്കിയത് ഞാൻ പ്രോഡക്റ്റ് മാത്രം പറഞ്ഞു കൊടുത്തിട്ടല്ല. പ്രോഡക്റ്റ് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു ഞാനെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റൂല. ഞാൻ പ്രോഡക്റ്റ് സെയിൽസ്മാൻ ആണ്. ആണോ അല്ലേ? അപ്പൊ ഇതിന്റെ ഒപ്പം ഞാൻ എന്തുകൂടി പറഞ്ഞു കൊടുത്തു? ബിസിനസ് കൂടി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ബിസിനസ് പറഞ്ഞു കൊടുത്തപ്പോൾ സെബാസ്റ്റ്യൻ KSRTC ഡ്രൈവർ, ഗവൺമെന്റ് എംപ്ലോയി. ഈ ബിസിനസ് മനസ്സിലായപ്പോ അദ്ദേഹം ആ ജോലി റിസൈൻ ചെയ്തിട്ട് എന്റെ കൂടെ ഈ ബിസിനസ് ചെയ്യാൻ നിന്നു. അദ്ദേഹം എത്ര 80-90? സെബാസ്റ്റ്യൻ ഇല്ലേ ഇവിടെ? ഇപ്പൊ എത്രയായി? 80 കഴിഞ്ഞു. 80 എന്ന് പറയാം 80 ലക്ഷം കേട്ടോ. എനിക്ക് തോന്നുന്നത് സാറ് വന്നിട്ട് ഒരു 25 മാസമല്ല, ഹരി വെള്ളം ഉണ്ടെങ്കിൽ 25 മാസം കൊണ്ട് 80 ലക്ഷം രൂപ പോരെ? ഹലോ, സെബാസ്റ്റ്യൻ സാറ് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ? ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് എന്താ കൊമ്പുണ്ട? അദ്ദേഹത്തിന് 25 മാസം കൊണ്ട് 80 ലക്ഷം രൂപ പ്യുവർ കമ്മീഷൻ അക്കൗണ്ടിൽ കയറ്റാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? കാരണമുണ്ട്. 1, ഞാൻ പറയുന്നത് കമ്പനി എന്താണെന്ന് പഠിക്കണം. ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും ആ മേഖലയിൽ സക്സസ് ആവണമെങ്കിൽ ആ മേഖലയെ പറ്റിയുള്ള വ്യക്തമായ പഠനം നടക്കണം. വേണ്ടേ? ഈ പഠിക്കെന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം അറിയോ? പല ആൾക്കാരും ചിന്തിക്കുന്നത് കോപ്പടപാടെ ഞാൻ കഴിഞ്ഞ 16 വർഷം പഠിച്ച് ഈ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് എന്താ കാര്യം, ഇനിയും പഠിക്കണമെന്നു മടിയാവട്ടെ. ഇത് പഠിക്കേ. കമ്പനി എന്താന്ന് പഠിക്കേ. കമ്പനി ഈ ബൈറ്റോറിയം MD ആരാ? ഡോക്ടർ സാഗർ ജോഷി. ഇത് പറഞ്ഞാൽ പോരെ? എവിടെയാ? മുംബൈയിലാണ്. ഇത് പഠിക്കാൻ പറ്റൂലേ? മാഗ്നറ്റിക് പ്രോഡക്റ്റിൽ എന്തുണ്ടാക്കും? ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കും. ഇത് പഠിച്ചൂടെ? സിമ്പിൾ കാര്യമുള്ളത്. ഇതൊന്ന് പഠിച്ചിട്ട് ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന ലെവലിലേക്ക് നമ്മൾ ഡെവലപ്പ് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് ആവും. ബിസിനസ് പ്ലാൻ പറഞ്ഞു കൊടുത്താൽ നമ്മളുടെ ഒപ്പം ആൾക്കാർ ബിസിനസ് പ്ലാൻ പറയും. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾ തുടക്കത്തിൽ ചോദിച്ചു 10,000 ഉറുപ്പിക എടുക്കാനില്ല. അതിന്റെ കാരണം എന്താ അറിയോ? സിമ്പിൾ. നമ്മൾ കഴിവില്ലാത്തത് കൊണ്ടല്ല, ഇൻഡിവിജ്വൽ ആണ്. നമ്മൾക്ക് എത്ര കഴിവുണ്ടായിട്ട് കാര്യമില്ല. ലിവറേജ് ഇല്ല. 8 മണിക്കൂർ ലിവറേജ് കൊണ്ട് ഒരാളുടെ കയ്യിലും ഫിനാൻഷ്യൽ ഫ്രീഡം വരില്ല. പക്ഷെ ഈ ബിസിനസിന്റെ പ്രത്യേകത എന്താ? ഇവിടെ മാൻ പവർ മൾട്ടിപ്ലൈ ചെയ്യും. ആണോ അല്ലേ? മാൻ പവറിനെ കൊണ്ടാണ് എല്ലാ കോടീശ്വരന്മാരും പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. കോടീശ്വരന്മാർ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കും. അവരുടെ പിന്നില് ഒരു ടീം ഉണ്ടാകും.
നമ്മളെ പിന്നിൽ ടീം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പൈസ ഇല്ലാത്തത്. പക്ഷെ ബയറ്റോറിയം ബിസിനസ്സിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മാൻ പവർ വരും. ആ മാൻ പവർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുണം എന്താ അറിയോ? നമ്മൾ ഉറങ്ങിക്കിടന്നാലും തട്ടിപ്പോയാലും വരുമാനം വന്നുകൊണ്ടിരിക്കും. ആണോ അല്ലേ? അതാണ് ഈ മാർക്കറ്റിംഗിന്റെ പവർ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പവർ അല്ല. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പലരും മാനസികമായി ഏറ്റെടുക്കാൻ തയ്യാറാവാത്തതിന് കാരണം ഈ മേഖലയിൽ ചൂഷണങ്ങൾ നടന്നിട്ടുണ്ട്. എസോർണോ? ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, വഞ്ചന, ഒരുപാട് ഫ്രോഡ് പരിപാടികൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് റൂളാണ്. റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? നിയമം. ഈ മാർക്കറ്റിംഗ് സക്സസ് ആവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, സ്റ്റെബിലിറ്റി ഉള്ള കമ്പനി ഉണ്ടാവണം. നമ്മളെ കമ്പനി എന്താണ്? മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ആണോ അല്ലേ? അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ജനങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. വേറെ മാർക്കറ്റിംഗ് എടുത്ത് വെച്ച് നോക്ക് നിങ്ങൾ, ജനങ്ങളുടെ പ്രോബ്ലത്തിന് സ്പോട്ടിൽ പരിഹാരം കാണാത്ത പ്രോഡക്റ്റാണ്. ഞാനൊരു പ്രോഡക്റ്റിന് കമ്പനിയെ മോശം പറയില്ല കേട്ടോ, നമ്മൾ അഡ്വാൻറ്റേജ് പറയാം. ആണോ അല്ലേ? അപ്പൊ പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത പോയിന്റ് എന്താ? ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, ജോലി എടുക്കുന്നവർക്ക് ഇൻകം വേണ്ടേ? ആ ഇൻകം ഇവിടെ ഡെയിലി 2 നേരം. ഒന്ന് ആലോചിച്ച് നോക്കി, വെളുപ്പിനെ എഴുന്നേറ്റ് വരുമ്പോൾ ഉഷാറാ, 4 മണിക്കല്ലേ വന്ന് വീഴുന്നത്. ഇത്രയില്ലേ? 4 മണി മുതൽ നമ്മൾ ആക്റ്റീവാണെന്ന്. അക്കൗണ്ടിൽ ഫണ്ട് കയറി പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഹെൽത്തും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഭയങ്കര പവറായിരിക്കുന്നു. ആണോ അല്ലേ? ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇതിൽ കയറി നിന്നിട്ട് പല ആൾക്കാരും വിട്ടേച്ച് പോകുന്നുണ്ട്. ആണോ അല്ലേ? എന്തുകൊണ്ട്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റാ. എന്തുകൊണ്ട്? ഫിലിം ഇൻഡസ്ട്രിയിൽ കടന്നു വരുന്നവർ ഇട്ടേച്ച് പോകുന്നുണ്ട്. ആണോ അല്ലേ? രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നവർ ഇട്ടേച്ച് പോകുന്നുണ്ട്. ആണോ അല്ലേ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വരുന്നവർ ഇട്ടേച്ച് പോകുന്നുണ്ട്. കാരണമുണ്ട്. സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. വേണ്ടേ? സെൽഫ് കോൺഫിഡൻസ് വേണം. ആവശ്യങ്ങൾ ഉണ്ടാവണം. ഞാനൊക്കെ ഈ ബിസിനസ് 2021 ഡിസംബറിൽ കേരളത്തിൽ ചെയ്യുന്നത് തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരാളും ജംഷിയില്ല. ഇത് വരുമാനം കിട്ടിയ ഒരാൾ പോലും കേരളത്തിലില്ല. നെഗറ്റീവ് പറയുന്നവർ ആരും എടുക്കുന്നില്ല. നെഗറ്റീവ്. ഈ നമ്മൾക്ക് സ്ഥിരം നെഗറ്റീവ് ഇങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ ശരിയെന്ന് പറഞ്ഞ് നമുക്ക് ഒതുങ്ങി നിൽക്കാം. 2, നമുക്കൊരു ഫയർ ഉണ്ടാക്കിയെടുക്കാം. ആണോ അല്ലേ? ഈ ഫയർ ഉണ്ടാവണമെങ്കിൽ നമുക്ക് നമ്മളായിട്ടുള്ള എയിം വേണം, ലക്ഷ്യമാണ്. ഞാൻ ഈ ബിസിനസ് എത്ര നെഗറ്റീവായിട്ടും സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് തന്നെ സ്റ്റെപ്പ് വെച്ച്. കാരണം എനിക്കൊരു എയിം ഉണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ എയിം എന്ന് പറഞ്ഞാൽ എനിക്ക് വീട് വേണം. വീടില്ല. 3 കുട്ടികൾ, ഭാര്യ, വീടില്ല. വീട് വാങ്ങി. ഇന്ന് 2 നില വീടാ. ഒരു കൈയടിയൊക്കെ അടിച്ചാൽ അതൊരു എയിമല്ല, നമ്മളൊരു സ്വപ്നമല്ല. ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ അടി കൂടും നമുക്ക്. 2 മോളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ വിവാഹം നടക്കും, എല്ലാവരും വന്ന് നടത്തി തരും. കയ്യിൽ ഫണ്ടില്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റൂല. എസ്വർണോ? അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മോള് കല്യാണം കഴിഞ്ഞ് പോലെ തിരിച്ചു കൊണ്ടുവരുമല്ലോ, അവർക്ക് വിഷമം ഉണ്ടാവരുത്. ഫണ്ടില്ലെങ്കിൽ അവള് വിഷമിക്കും, അവിടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആണോ അല്ലേ? അങ്ങനെ കല്യാണം നടക്കണം, അതെന്റെ ഒരു വാശിയായിരുന്നു. പിന്നെ എന്റെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാല് വാഹനം. കാറിലൊക്കെ നടന്നാണ്, പിന്നെ സൈക്കിളിലും ബൈക്കിലൊക്കെ നടക്കുമ്പോ എന്താണ് അടി കൂടുവേ. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, നമുക്ക് എല്ലാവരും വിജയിക്കണോ? ഇങ്ങനെ എന്നെ പോലെ തന്നെ പല പ്രതിസന്ധി അനുഭവിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ഉപയോഗിക്കുന്നത് സക്സസ് ആവും. ഇന്ന് ഉപയോഗിക്കുന്നത് ഒരു 20 ലക്ഷത്തിന്റെ SUV, ഒരു 26 ലക്ഷത്തിന്റെ സെഡാൻ കിടക്കട്ടെ. 30 മാസം ചലഞ്ചാണോ? 30 മാസം ചലഞ്ചാ. ഇപ്പൊ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുക റാഫിക്ക് കള്ളക്കടത്താന്ന് പറഞ്ഞു. ഇതിന്റെ ഒരു സന്തോഷം തരും. ഒന്ന് റാഹത്തായ പൈസ. ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ കണ്ണീരൊപ്പിയ പൈസ എനിക്ക് കിട്ടുന്നത്. ഹലോ, മനസ്സിലായി? അസറ്റാവുന്നു. ഈ മേഖലയിൽ ഒരുപാട്, ഈ ഇൻഡസ്ട്രിയിൽ നശിപ്പിക്കാനായിട്ട് കുറെ ആൾക്കാർ പല പരിപാടിയും പറഞ്ഞു. ക്രിപ്റ്റോ. ഡിയർ ഫ്രണ്ട്സ്, സ്ഥലം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മളുടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഫിസിക്കൽ അസറ്റ് നമ്മൾ സ്ഥലം വാങ്ങിയിടും. സ്വർണ്ണോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഡിജിറ്റൽ അസറ്റ്, ക്രിപ്റ്റോ കറൻസി വാങ്ങിയിടാം. ഏത് ക്രിപ്റ്റോ? പൈസ ഉള്ളവര് BTC. ഓക്കെ. ഹലോ, അതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് പോവാൻ സാധ്യതയുണ്ട്.
നഷ്ടം വന്ന് ആര് സഹിക്കണം? അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇവന്മാർ ചെയ്യുന്ന എന്താ? ഞങ്ങളൊരു ടോക്കൺ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനിപ്പോ ഇത്ര ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് തരുന്നത്, പക്ഷെ നാളെ അതിന് ഇത്ര ഡോളർ ആകും, നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കോ, എന്നിട്ട് നിങ്ങൾ 10 പേരെ നിങ്ങൾ ഷെയർ ചെയ്തോ. നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പോകുന്നു, കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പോകുന്നു. അത് മണ്ടത്തരമല്ലേ? ഈ സംഗതിയിൽ കേരളം തിരിച്ചറിഞ്ഞു. എത്ര കമ്പനികൾ ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയില്ലേ? അങ്ങനെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കാവോ? അങ്ങനെയുള്ള ഉഡായിപ്പ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, പൈസ മാത്രം വെച്ചിട്ടുള്ള പരിപാടികൾ, മണി ചെയിൻ സിസ്റ്റം. ഈ സിസ്റ്റം ഒന്നും ഇനി കേരളത്തിൽ വാഴൂല. ഒന്നെങ്കിൽ ജനങ്ങൾ കൂട്ടിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് കൂട്ടിക്കും. ആണല്ലേ? ഇപ്പൊ കഴിഞ്ഞതൊക്കെ ഗവൺമെന്റ് ഒരു സാധനം കൂട്ടിച്ചേർന്നല്ലോ. അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാ, നിങ്ങൾ തിങ്ക് ചെയ്യും. കേരളത്തിൽ, ഇന്ത്യയിൽ ഇത് സ്വാഭാവികമാണ്, നിയമപരമാണ്, ഇത് സക്സസ് ആണ്. ഇങ്ങനത്തെ സംഗതികൾ സക്സസ് ആണെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഉള്ളതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മലന്നിരുന്നാ പോരെ വീട്ടില്. ഈ ഗൾഫിലും ഈ ജോലിയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടാ? ഹലോ, ROE അതൊക്കെ തെറ്റാണ്. അങ്ങനെയുള്ള വഴികളിലൊന്നും നിങ്ങൾ ആരും പോയി എന്ത് ചെയ്യരുത്, വീഴരുത്. അങ്ങനെ പോയി വീണാൽ ഒന്ന് നമ്മളെ ഫേസ് വാല്യൂ പോവും. ഹലോ, നമുക്ക് വാല്യൂ ഉണ്ട്, വീട്ടിലും നാട്ടിലും നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. എസോർണോ? അത് പോകും. മറ്റുള്ള ഒരു ഫാമിലിയുടെ പൈസ ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കി മണിമാളിക വെച്ച് ജീവിച്ചാൽ ജീവിതം ആകൂല, സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല, തൃപ്തി കിട്ടൂല. എസോർണോ? പക്ഷെ ഞാൻ പറയുന്നു, ബൈറ്റോരെ നിങ്ങൾ ചെയ്യ്. ഒരു വീട്ടിൽ ചെന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 8400 രൂപയുടെ ആ പ്രോഡക്റ്റ് അദ്ദേഹം എടുക്കുമാണോ അല്ലേ? ആ വ്യക്തിക്ക് 25 വർഷം ഉപയോഗിക്കാം. ആ വ്യക്തി ഹാപ്പിയാണ്. ഒരിക്കലും നമ്മൾ വീടിന്റെ വാതിക്കെ വരൂല. എസോർണോ? ഞാൻ എല്ലാവർക്കും പറയുന്ന കാര്യം, സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുക്കുന്ന വ്യക്തികൾ ബയോടോപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. വെറുതെ വന്നിട്ട് ആളെ പിടിച്ചു ചേർക്കാൻ വേണ്ടി വന്നിട്ട് അങ്ങനെ വന്നിട്ട് കാര്യമില്ല. പ്രോഡക്റ്റും ബിസിനസ് പ്ലാനും മനസ്സിലാക്കി നിങ്ങൾ 1 വർഷം ആത്മാർത്ഥമായിട്ട് ചെയ്യും. ഈ ബിസിനസ്സിൽ ആര് വിജയിക്കുന്നുണ്ടെങ്കിലും അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് അവരുടെ ടൈമാണ്. എല്ലാവരും എന്നോട് ചോദിക്കും, സാർ 1 വർഷം കൊണ്ട് 387 ദിവസം കൊണ്ട് 1 കോടി ഉണ്ടാക്കിയല്ലോ സാറ്, 30 മാസമായപ്പോ 2 കോടി കവർ ചെയ്തല്ലോ, എന്താ ഇതിന്റെ രഹസ്യം? ഞാൻ ആലോചിക്കും, എന്നോട് ചോദിക്കും, എന്താ ഒരു രഹസ്യമില്ലെന്ന്. രഹസ്യമില്ല. ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് അറിയാവുന്ന ആൾക്കാർ കൈവയ്ക്കുക. ഓൺലി മലയാളം. ഓൺലി മലയാളം. ആ ഒരു ഭാഷ വെച്ചിട്ടാണ് ഞാൻ തമിഴ്നാട്ടിലും കർണാടകത്തിലും മുംബൈയിലൊക്കെ ചെന്ന് ഞാൻ ബിസിനസ് ചെയ്യും. കാര്യം എന്താ അറിയോ? കേരളം വിട്ടു കഴിഞ്ഞാൽ ആംഗ്യ ഭാഷ എല്ലായിടത്തും ഒന്നാണ്. ശരിയല്ലേ? ഞാൻ എവിടെ കൊണ്ടിട്ട് ബിസിനസ് ചെയ്യും. സിമ്പിൾ. ആ ഒരു കോൺഫിഡൻസ് കിട്ടണം. നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഫണ്ടിങ്ങിന് കയറി ഒരു ആത്മവിശ്വാസം കൂടുകയില്ലേ? ലാംഗ്വേജ് ഒന്നും പ്രശ്നമില്ല. ഇനി ലാംഗ്വേജ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഹെവി ബിസിനസ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് കൊഞ്ചം തമിഴ് തെരിയും. இந்த பிசினஸ் தமிழ்நாட்டில் டெவலப் பண்றதுக்கு வேண்டி தமிழ் படிச்சுட்டு இருக்குனா വീടില്ല മോനെ. കന്നഡ ಸ್ವಲ್ಪ ಗೊತ್ತಾಯ್ತು ನಮ್ಗೆ. പിടുത്തം കിട്ടിയ ഹിന്ദി നഹി മാലൂം. ഇതൊന്നും പ്രശ്നമല്ലെന്ന്. നമ്മുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങൾ പ്രശ്നമല്ലെന്ന്. തടസ്സങ്ങളെ കാണല്ലേ, പോസിറ്റീവായിട്ട് കാണ്. ലൈഫ് സക്സസ് ആയിട്ട് പോ. അതിന് പ്ലാറ്റ്ഫോം തരും. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളൊന്ന് ബൈക്കോറിയൻ ഫാമിലിയിൽ കയറി നിൽക്കുന്നത് ആര് വിചാരിച്ചിട്ടെന്നറിയോ? പറയാമോ? ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതും അദ്ദേഹം വിചാരിച്ചിട്ടാണ്. ആണോ അല്ലേ? കേരളത്തിൽ 4 കോടി ജനങ്ങളുണ്ട്. ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്നത്, പടച്ചോനെ എത്രയോ മുഹമ്മദ് റാഫി കേരളത്തിലുണ്ട്, എന്തുകൊണ്ട് എനിക്ക് തന്നു നീ? മനസ്സിലായോ? അപ്പൊ അദ്ദേഹം തന്നതാ. ഞാൻ നിങ്ങളുടെ പേര് എത്രയോ നിങ്ങളുടെ പേരുള്ള ആൾക്കാർ ലക്ഷങ്ങൾ പുറത്തു നിൽപ്പുണ്ട്. എന്തുകൊണ്ട് നമ്മൾ വന്നു? എന്തെങ്കിലും ഒരു മനസ്സിൽ പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ധാരണം ചെയ്ത് ലൈഫ് സെറ്റ് ആവണമെന്ന് 100% ആത്മാർത്ഥമുള്ള ആൾക്കാർ മാത്രമേ ഈ പ്ലാറ്റ്ഫോമിൽ വരുള്ളൂ. ഒരു സംശയമുണ്ട്, അങ്ങനെ ആൾക്കാർ എവിടെ ഇരിക്കുന്നത്? ഈ ബിസിനസ് കിട്ടിയ സമയത്ത് 2021 ഞാനും സേവർ സാറും പറഞ്ഞു,
1 year 1 CR എന്ന് പറഞ്ഞു. എത്ര? ഒരു വർഷം കൊണ്ട് 1 കോടി രൂപ ഉണ്ടാക്കുക. അത്ര വലിയ പ്ലാനാണ് മദർ പ്ലാൻ എന്ന് പറഞ്ഞു. അന്നിരുന്ന് കേട്ട ഹരിയും സെബാസ്റ്റിനും എല്ലാരും എന്ത് ചെയ്തു? ഇത് ഇവര് വെറുതെ പറയണമെന്ന് വിചാരിച്ചു. പറഞ്ഞ പോരട്ടോ, പറഞ്ഞ കാര്യം ചെയ്ത് കാണിച്ചു കൊടുക്കണം. നെറ്റ്വർക്ക് ലീഡേഴ്സ് ഞാൻ പറയാണ്, പറഞ്ഞ പോരാ, പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇത് കാണിച്ചു കൊടുത്തപ്പോ മനസ്സിലായി എന്താണ് ഇത് നടക്കുമെന്ന് മനസ്സിലായി. ആണോ അല്ലേ? ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയാണ്, ഇന്നിവിടെ പുതുതായിട്ട് വന്ന വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ പറയാണ്, പല ആൾക്കാരും ഓർക്കും താമസിച്ചു പോയോ? ഇല്ലട്ടോ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ബിസിനസ് തുടങ്ങാം. കഴിഞ്ഞ 50 മാസം കൊണ്ട് ബയറ്റോറിയം ഇന്ത്യയിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി 100 രാജ്യങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. നിസ്സാര കമ്പനിയാണ്, മാനുഫാക്ചറിങ് കമ്പനിയാണ്. MD വൈഫ് മുഴുവൻ ലൈവാണ്, അവരുടെ ലൈഫാണ് ഈ ബിസിനസ്. എല്ലാ സംവിധാനവും സെറ്റാണ്. ഞാൻ പറയും, ഇന്ന് പുതുതായിട്ട് വന്ന വ്യക്തികൾ അടുത്ത ഈ 2 പ്ലാൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വരുന്ന 1 വർഷത്തെ നിങ്ങളുടെ ടൈം മാർക്കറ്റിലേക്ക് നിങ്ങൾ ചെലവാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെ പോലെ ടൈമുള്ള ആൾക്കാരും അവരുടെ കൂടെ വരും. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ആഫിയുടെ കഴിവുകൊണ്ടല്ല 2 കോടി കിട്ടിയത്. ഇവിടെ ഒരുപാട് ലീഡേഴ്സ്, ഹരികൃഷ്ണൻ ബിടെക് എഞ്ചിനീയറാ. ഞാൻ പറഞ്ഞു, ഹരികൃഷ്ണ, നീ ബിടെക് എഞ്ചിനീയർ റോക്കറ്റ് ഇടാൻ സമ്മതിച്ചു. നീ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന 5-10 വർഷം ജോലി ചെയ്താൽ നിന്റെ ബാലൻസ് എന്താ എഴുതാൻ പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൂടെ നിൽക്ക്, ഐ ആം വിത്ത് യു, നമുക്കടിക്കാം. ഇപ്പൊ എത്ര ലക്ഷമായി ഹരികൃഷ്ണൻ? 43 ലക്ഷമായി. ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. പല ആൾക്കാരും വിജയിക്കാത്തതിന്റെ കാരണം എന്താ അറിയോ? പേഴ്സണൽ കാര്യങ്ങൾക്ക് ബിസിനസിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂല. മരണം, കല്യാണം, നൂലുകെട്ട്, ഇലക്ഷൻ. ഒരാളെന്നോട് പറഞ്ഞത് ഞങ്ങളുടെ ബാങ്കിൽ തെരഞ്ഞെടുപ്പാണ്. ഞാൻ ചോദിച്ചു, ഇപ്പൊ എത്ര നാളായി വോട്ട്? ഞാൻ ബാങ്ക് തുടങ്ങിയെന്ന് മുതൽ വോട്ട് ചെയ്യും. ഞാൻ എന്ത് കിട്ടി? അല്ല, ഒന്നും കിട്ടിയില്ല, പിന്നെ എന്തിനൊക്കെ പോണേ? മണ്ടന്മാരാണ്, വെറുതെ മണ്ടന്മാർ. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഓക്കെ. കുറെ കല്യാണത്തിന് നമ്മൾ പോയില്ലേ, അൺവാണ്ടഡ് ആയിട്ട് സ്ഥലത്ത് നമ്മൾ ടൈം കളയാണ്. ഞാൻ എന്റെ ബിസിനസ്സിൽ എന്റെ കൂടെ ഒരു ഗ്രേറ്റ് ലീഡർ വന്നു. അത് വരാനൊരു കാരണം ഉണ്ടായിരുന്നു. നോമ്പ് ടൈം, പെരുന്നാളിന്റെ ദിവസം, പെരുന്നാളിന്റെ അന്ന് ഞാൻ ഈ ഹോട്ടലിൽ കഴിച്ചു. ഇത് ഞാനൊരു ഞാണ്ടുമേ കളിയായി കളിക്കണത്. സൗണ്ട് വേറെ വന്ന എന്റെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോകും. പറയാമെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ സുഖം. ഇവിടെ ഒന്ന് നിൽക്കുമ്പോണ്ടല്ലോ ഇച്ചിരി കുഴപ്പ. കാരണം എന്റെ മുന്നിൽ ഇരിക്കുന്ന എന്നേക്കാൾ കഴിവും അറിവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ശരിയല്ലേ? അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു, ബൈറ്റോറിയം ബിസിനസ് കിട്ടിയിട്ടുണ്ട്. എന്നെ അനാവശ്യമായിട്ട് ഒരു കാര്യം, മറ്റൊന്നും നമ്മൾ തന്നെ മീൻ മേടിച്ചു കൊടുക്കണം. ഞായറാഴ്ച ഇറച്ചി ഇക്ക മേടിച്ചാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചില നിർബന്ധങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാര്യം, കല്യാണം, ഒരു കാര്യത്തിന് എന്നെ വിളിക്കരുത്, പറയരുത്, ഞാൻ പോകൂല. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഗതി നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ വരുന്ന 1 വർഷം കൊണ്ട് ഞാൻ സക്സസിലേക്ക് പോവാം, ഞാൻ അടിച്ചു തകർക്കും. അവർക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടായില്ല. കാര്യം ഞാൻ കുറെ പറയുന്നുണ്ടോ, ഒന്നും മൈൻഡ് ചെയ്യില്ല. പെരുന്നാൾ ദിവസം ഞാൻ പറഞ്ഞു, എനിക്ക് പോണം കോഴിക്കോട്. വീട്ടിൽ പ്രശ്നം, ഉമ്മായും മക്കളും എല്ലാവരും പ്രശ്നം. പെരുന്നാളിലൊന്നും പത്തിരി ഇറച്ചി പള്ളിയിൽ നിന്ന് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു, കുറെ വർഷമല്ലേ ഞാൻ പത്തിരി ഇറച്ചി ഇവിടെ നിന്ന്. വല്ലതും ഒന്നും സംഭവിച്ചില്ല പ്ലീസ്. അങ്ങനെ ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ട് ഈ റൂമിൽ നിൽക്കുമ്പോ അവിടെ ഒരു ഗ്രേറ്റ് ലീഡർ വന്നു. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അതൊരു പുലിയാണെന്ന് മനസ്സിലായി. ഞാൻ കറക്റ്റ് പ്ലാനും ഡെമോ എല്ലാം കൊടുത്തു. ആ വ്യക്തി എന്റെ ഒപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒറ്റ കാരണത്തിലാട്ടോ. മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പെരുന്നാൾ ദിവസത്തിൽ ഈ ബിസിനസ്സുമായിട്ട് നാട് വിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി സീരിയസ് ആണെന്നൊരു ധാരണ ഞാൻ കൊടുത്തു. ആണല്ലോ, ആ ഗ്രേറ്റ് ലീഡറാണ് തന്ന മാഡം. മാഡം എഴുന്നേറ്റ് എത്ര ലക്ഷമായിട്ടും? 45 ലക്ഷമായി. മാഡത്തിന്റെ ഒരു അന്ന് പറഞ്ഞൊരു മാഡത്തിന്റെ ആ ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകാൻ കാരണമുണ്ട് കേട്ടാ. ആ മാഡത്തിന്റെ കട്ടക്ക് കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ് ഉണ്ട്, രഹിന്ദാസ്. ഒന്ന് എഴുന്നേറ്റേക്കോ. ആ മാഡം എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് 2 ആഗ്രഹങ്ങൾ. ഒന്ന്, ഹസ്ബൻഡ് ഓട്ടോറിക്ഷ ഡ്രൈവറായി ടൗണിലെ.
ഒന്നൊരു കാർ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ ഇന്നൊരു സഞ്ചരിക്കുന്ന 20 ലക്ഷം വരെയുള്ള കാറല്ലേ അല്ലേ? രണ്ടാമത്തെ ആഗ്രഹം പറഞ്ഞത് ഞങ്ങളിപ്പോഴും വാടക വീട്ടിലാണ്, സ്വന്തമായിട്ടൊരു വീട് വേണം എന്നാ തീരുമാനിച്ചോ? നടന്നുകൊണ്ടിരിക്കുന്നു. ഓണത്തിന് നമുക്ക് ഷംന മേഡത്തിന്റെ പേര കൂടുതൽ നമുക്ക് കയറാം. ഓക്കെ, ഞാൻ എന്തൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം പിന്നെ വേറൊരു വ്യക്തി ഉണ്ടല്ലോ എവിടെ? അഖിലേഷ് പോയി, മലപ്പുറം പോയിട്ടില്ല. മിസ്റ്റർ അഖിൽ എവിടെ? ഷകിൽ ഒന്ന് എഴുന്നേറ്റ്. എന്റെ ഒപ്പം എഞ്ചിനീയറാണ്, അതും ഒരു എഞ്ചിനീയറാണ്. എന്റെ ഒപ്പം ഈ ബിസിനസ് എന്റെ തുടക്ക സമയത്ത് ചെന്നപ്പോ എന്നെ അടിമുടി നോക്കി, ഇപ്പൊ എങ്ങനെയാണെന്ന് അടിമുടി നോക്കിയത്. ഞാൻ പറഞ്ഞു, സാർ നല്ലൊരു കൺസെപ്റ്റ് ആണ്, നല്ലൊരു പ്രോഡക്റ്റിംഗ് കമ്പനിയാണ്, നമ്മൾ ഒരുമിച്ച് നിന്ന് അടിച്ചാൽ ഇത് വർക്ക്ഔട്ട് ആവും, മാർക്കറ്റിന്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആണ്, ഇത് കത്തും എന്ന് പറഞ്ഞു. അദ്ദേഹം കൂടെ നിന്നു. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഉണ്ട്, മിസ്റ്റർ അഖിലേഷ്. സാർ ഇപ്പൊ എത്ര ലക്ഷമായി? 44 ലക്ഷം. ഒരുപാട് ലീഡേഴ്സ് 10 ലക്ഷവും 5 ലക്ഷവും ഒക്കെ വാങ്ങിയ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഞാൻ ഈ പ്ലാനിലേക്ക് പോവാണ്. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഓക്കെ, ഞാൻ ഈ മദർ പ്ലാൻ ഞാൻ പറയുന്നില്ല, ഇത് ഓൾറെഡി നമുക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കും, റൈറ്റ്? ഓക്കെ, ഇവിടെ ഫാദർ പ്ലാൻ. മദർ പ്ലാൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ കൺവിൻസ് ചെയ്യണം. ഹലോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കട്ടോ, മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ആളെ പിടിക്കുന്ന പരിപാടി അല്ല കേട്ടോ ഇത്, ആളെ ചേർക്കുന്ന ബിസിനസ് അല്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ഒരു മണി ചെയിൻകാരാ. നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് അവയർനെസ് കൊടുക്കാൻ, നല്ലതാണെന്ന് അവയർനെസ് കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. വാങ്ങണോ വേണ്ടെന്ന് ആര് തീരുമാനിച്ചോളും? അവര് തീരുമാനിക്കട്ടെ. അപ്പൊ ആളപ്പെടുത്താണോ? അല്ല, നമ്മൾ കൺവിൻസ്, പരസ്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്വർണ്ണോ പരസ്യം ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാവോ? ഒരു പ്രോഡക്റ്റ് പരസ്യം ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരെ അറിയാവോ? സെലിബ്രിറ്റികൾ അല്ലേ? എന്തുകൊണ്ടാണ് സെലിബ്രിറ്റികൾ പരസ്യം ചെയ്യുന്നത്? നമ്മളെ പ്രസിപ്പിക്കുന്ന തരത്തിൽ, പല തരത്തിൽ നമ്മളെ സുഖിപ്പിച്ചിട്ടുണ്ട് അവര്. സച്ചിൻ ടെണ്ടുൽക്കർ 6 അടിച്ച് സെഞ്ചുറി അടിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രസ്റ്റ് ആക്കിയിട്ടുണ്ട്, ആണോ അല്ലേ? നല്ല കഥാപാത്രങ്ങൾ തന്ന് ഇവിടുത്തെ ഫിലിം സ്റ്റാർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പൊ നമുക്ക് അവരോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്, ആണോ അല്ലേ? നമ്മൾ പരസ്യത്തിൽ അഭിനയിച്ചാലോ? പരസ്യത്തിൽ അഭിനയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഏതെങ്കിലും കമ്പനിയുടെ പ്രോഡക്റ്റിന് ദിവസേന പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെയാണ് കൃത്യമായ മാർക്കറ്റിംഗ്, സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കമ്പനിക്ക് പൈസ കിട്ടുന്നുണ്ട്, പരസ്യം ചെയ്ത് ഉൽപ്പന്നം വിറ്റ് നമ്മൾക്ക് പൈസ കിട്ടുന്നില്ല. തെറ്റല്ലേ? ഒരു പരസ്യം എന്ന് പറയുന്നത്, സത്യസന്ധമായ പരസ്യം എന്ന് പറയുന്നത്, ഒരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച ഉപഭോക്താവിന്റെ യഥാർത്ഥ അനുഭവമാണ് യഥാർത്ഥ പരസ്യം. സ്വർണ്ണോ ബയറ്റോറിൽ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കൃത്യമായ റിസൾട്ട് കിട്ടിയ വ്യക്തി നമ്മളുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളും പറയാണ്, ഇത് ഇന്ന പ്രോഡക്റ്റ് ആണ്, ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് ഇന്ന റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നിനക്കും ഫാമിലിക്കും ഇത് പ്രയോജനപ്പെടും, അതിന് ഞാൻ ഗ്യാരണ്ടി എന്ന് ഹൃദയത്തിൽ നമ്മൾ പറഞ്ഞ സെയിൽസ് നടക്കൂലേ? ഞാനത് ചെയ്തോളൂ. ഹലോ, അങ്ങനെ ആ ഫാമിലി വാങ്ങി ഇഷ്ടപ്പെട്ടു, അവരും ഇത് റിസൾട്ട് കിട്ടി, അവരും മറ്റുള്ള അവരുടെ ഫാമിലിയിലേക്ക് പറയുന്നു. അങ്ങനെ സെയിൽസ് കൂടൂലേ? അങ്ങനെ സെയിൽസ് കൂടുമ്പോൾ നമുക്ക് വരുമാനം കിട്ടേണ്ടതല്ലേ? അത് കമ്പനി ഡീൽ. ഹലോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചില ഇവിടെ ഹരി വേണമെങ്കിൽ ഒന്ന് സഭാഷ് സാറേ ഒന്ന് കുഴപ്പമില്ല. എല്ലാരും എഴുന്നേറ്റെ, ഒന്ന് എഴുന്നേറ്റല്ലേ. എല്ലാരും ഒന്ന് വലത്തോട് തിരിഞ്ഞു.
നേരെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ ഷോൾഡറിൽ 2 കൈ വെച്ച് നല്ല അടിപൊളിയായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. ഒരു മിനിറ്റ്, സ്ത്രീകളോട് ചോദിച്ചിട്ട് കൈ വെക്കണം. അവിടെ വേണം. നല്ല അടിപൊളിയായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. അടിപൊളിയായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. ഓക്കെ, തിരിഞ്ഞു നിൽക്കല്ലാരും. തിരിഞ്ഞു നിന്നിട്ട് നിങ്ങൾക്ക് തന്നതുപോലെ തിരിച്ചു കൊടുക്കുക. ഓക്കെ, ഇരുന്നോളൂ ഇരുന്നോളൂ. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ജീവിതത്തില് സക്സസ് ആവണ്ടേ? ഈ സക്സസ് ആവണം എന്ന് പറയുമ്പോ പല ഘടകങ്ങൾ കൂടിയതാണ് സക്സസ്. പക്ഷെ അതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ക്യാഷ്. ആണോ അല്ലേ? ഈ ക്യാഷും കൂടി വന്നു ചേർന്നാലേ നമ്മുടെ ജീവിതം എന്താവുള്ളൂ? സക്സസ് ആവുള്ളൂ. ആണോ അല്ലേ? ഈ പൈസ ഉണ്ടാക്കി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? ജോലിയും ബിസിനസ് ചെയ്യും. റൈറ്റ്? ജോലിയും ബിസിനസ് ചെയ്യും. എന്റെ ചോദ്യം ഇതാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരുടെ കയ്യിലും ഒരു ബയറ്റോറിയം അല്ലാത്ത തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. എല്ലാവർക്കും ഒരു വരുമാന മാർഗം ഉണ്ടെന്ന്. നമ്മൾ ഇന്നു മുതലുള്ള ശിഷ്ടകാല ടൈം, നമ്മൾ ഇനിയുള്ള ടൈം ആ മേഖലയിൽ കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് 5 വർഷം തരുന്നു. 5 വർഷം കൊണ്ട് നിങ്ങളുടെ കരിയർ സെറ്റ് ആകുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി കൈകൊണ്ടാവും. എന്റെ ചോദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ബയറ്റോറിയം നമുക്ക് ഇന്ന് കിട്ടിയതല്ലേ? ഉണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഉണ്ടാവൂല. ഒന്ന്, നമ്മൾ പൈസ ഉണ്ടാക്കി ഗൾഫിൽ പോകും. ഇനിയും ഇവിടെ ഗൾഫ് വിദേശ രാജ്യങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരുണ്ട്. ഗൾഫിൽ പോയി മല മറിച്ച് കളയാൻ ഒരു മണ്ണാങ്കട്ട ഇപ്പൊ നടക്കൂല. പണ്ടൊക്കെ നടക്കുമായിരുന്നു. അതിൽ നല്ലത് ഗൾഫിൽ പോയുള്ളൊരു കയ്യിൽ പൈസ എന്താണ് കാര്യം? അവർ ഡെയിലി പണിക്ക് പോകും. ഇവിടെ ആര് മരിച്ചാലും അവിടെ പണിക്ക് പോകും. റൈറ്റ്? ആ പണി ഇവിടെ ചെയ്താൽ പൊറോട്ട അടിക്കുമ്പോൾ ഡെയിലി 1500 കിട്ടും. 1500 ഇൻറ്റു 30 40,000 രൂപ മാസം കിട്ടും. ഈ പൈസ എവിടെയും കിട്ടുള്ളൂ. ശരിയാണല്ലേ? നമ്മുടെ 3-5 വർഷം പോകുന്നു. ഇനി നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ആ ബിസിനസ് പഠിക്കണം. റിസ്ക് ഉണ്ട്. എവറി മന്ത്, എവറി വീക്ക്, എവറി ഡേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആണോ അല്ലേ? സമാധാനം ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ നിലവിലുള്ള മേഖലയിൽ അതങ്ങ് തുടർന്നുകൊണ്ട് തന്നെ ബയറ്റോറിയം ബിസിനസ് പഠിക്കും. നിങ്ങൾ ആ 3 മാസം പഠിക്ക്. 3 മാസം ബിസിനസ് ചെയ്യണ്ട, പഠിക്ക്. നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ 5 വർഷം പഠിക്കണം. വീണ്ടും ഒരു 5 വർഷം പ്രാക്ടീസ് ചെയ്താലേ ബെസ്റ്റ് ഡോക്ടർ ആവൂ. ആണോ അല്ലേ? നിങ്ങൾ അഡ്വക്കേറ്റ് 5 വർഷം പഠിക്കണം, 5 വർഷം പ്രാക്ടീസ് ചെയ്യണം, എങ്കിലും ബെസ്റ്റ് അഡ്വക്കേറ്റ് ആവുള്ളൂ. ബയറ്റോറിയത്തിൽ അങ്ങോട്ട് വന്ന ഉടനെ വിജയിക്കണം. എല്ലാവർക്കും പഠിക്ക്, ആത്മാർത്ഥമായിട്ട് പഠിക്ക്. അങ്ങനെ 1 വർഷം പഠിക്കാൻ മാറ്റിവെക്ക്. ഞാൻ പഠിക്കാൻ മാറ്റിവെച്ച് 1 കോടി പോരെ? ഹലോ, അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് സുഹൃത്തെ ഈ വ്യവസായത്തിന്. അത് മനസ്സിലാക്കണം. അപ്പൊ ശിഷ്ടകാലം നമ്മളുടെ മേഖലയിൽ നിന്ന് ലൈഫ് സെറ്റ് ആകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പുതിയ മേഖലയിൽ കയറിയിട്ട് പഠിക്ക്. ആദ്യം കയറിയിട്ട് തോൽക്കാൻ തയ്യാറാവ്. ചെല്ലുമ്പോഴങ്ങോട്ട് സെറ്റ് ആവണം. നടക്കൂല. തോൽക്കാൻ തയ്യാറാവ്. തോറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴേ സക്സസ് വരൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ടച്ച് പോകുന്ന ആൾക്കാർ ഞാൻ ചെയ്തിട്ട് ശരിയാവുന്നില്ല. ശരിയാവണമെങ്കിൽ ശരിയാവുന്ന രീതിയിൽ ചെയ്യണ്ടേ? അപ്പൊ പഠിക്കണം. ട്രെയിനിങ് വേണം. പലതരത്തിലുള്ള ട്രെയിനിങ് വേണം. ഈ മേഖലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്താൽ ഗുണം എന്താ അറിയോ? ഇവിടെ പൈസ മാത്രമല്ല, ബന്ധങ്ങൾ കിട്ടും. പല വിധത്തിലുള്ള ട്രെയിനിങ് കിട്ടും. സാമ്പത്തിക അച്ചടക്കം, ടൈം മാനേജ്മെന്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കിട്ടും. പ്രോബ്ലംസ് എന്ത് വന്നാലും ശരി,
നിങ്ങൾ അതിന് സൊല്യൂഷൻ കണ്ടത് എത്തുന്ന തരത്തിൽ നിങ്ങൾ ബ്രില്യന്റ് ആവും. അതല്ല വേണ്ടത്. ഹലോ, എല്ലാം കിട്ടൂടെ? ഇതൊരു യൂണിവേഴ്സിറ്റിയാണ് സുഹൃത്തെ. ഇവിടെ ഹാപ്പിനെസ് ഉണ്ട്, അംഗീകാരം. എനിക്ക് കിട്ടിയപ്പോ ഒരു ഷോള് കിട്ടിയില്ലേ? ഇല്ലേ? ഒരു അംഗീകാരം ആഗ്രഹിക്കുന്നില്ലേ? നമുക്ക് കിട്ടും. നിങ്ങളെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഒക്കെ ഇവിടെ എന്ത് ചെയ്യും? ആദരിക്കും. എല്ലാം കിട്ടൂടെ? ഹാപ്പി ഫാമിലി അവിടെ. ക്ലിയർ? ജോലി ചെയ്യണം, ദിവസേന ജോലി ചെയ്യണം. എല്ലാരും ചോദിക്കുന്ന റാഫിക്ക്, ഞാൻ ദിവസേന ജോലിയാ. പല ആൾക്കാരും ഈ ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാറുണ്ട്, ഇല്ലേ? പാർട്ട് ടൈം. എന്താ പാർട്ട് ടൈം? പാർട്ട് ടൈം എന്താ? ഞാൻ പറഞ്ഞ സിമ്പിൾ. നമ്മുടെ ഈ ബിസിനസ് സ്വർണം പാരലാണ്. ഈ ബിസിനസ് എന്താ? സ്വർണം പാരല്. പക്ഷെ ചില ആൾക്കാർ ജോലി മണല് വാരല് ഫുൾ ടൈം, സ്വർണം വാരല് പാർട്ട് ടൈം. ചില ആൾക്കാർ ഈ ബിസിനസ് ഫുൾ ടൈം ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം ഒരു 8, 10, 12 മണിക്കൂർ ആൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ ഈ ബിസിനസ് ലൈഫ് ടൈം ചെയ്യുന്നുണ്ട്. എന്താ ലൈഫ് ടൈം? 24/7. അവർക്ക് കല്യാണവും സിനിമയും ഫാമിലിയും പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും ആകെ മൊത്തം നോക്കിയാൽ ആദ്യത്തെ സ്റ്റെപ്പ് അവരുടെ ബയോട്ടോറി ആയിരിക്കും. ആണല്ലേ? ബയോട്ടോറി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് ലൈഫ് ടൈം. ഞാൻ പറയുന്ന ആ ലെവലിലേക്ക് പോവാ. ഹാപ്പിനെസ് ലൈഫില് ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുത്ത ലീഡറുടെ കൂടെ ഏറ്റെടുത്ത ആൾക്കാർ വരുമെന്ന്. നമ്മൾ പാർട്ട് ടൈം ആയിട്ടോ നമ്മൾ സൈഡാക്കി ചെയ്തു കഴിഞ്ഞാൽ പല ആൾക്കാരും നമ്മൾ വീക്ഷിക്കും. ഞാൻ ഇവനോട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ഇവനുള്ള ക്വാളിറ്റി ഉണ്ടോ, ഇവൻ സീരിയസ് ആണോ എന്ന് പരിശോധിക്കുമല്ലേ? ഞാൻ ജോലിക്ക് പോയിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന മെസ്സേജ് ഞാൻ സാറിനോട് സ്റ്റാർട്ട് ചെയ്യൂ? നോ. ഈ പ്രോഡക്റ്റ് എടുത്താലും ബിസിനസ്സിൽ വരില്ല. ഇത് ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയും, പ്രോഡക്റ്റ് എടുത്ത ആൾക്കാരോട് പറയും, ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്, നീ എന്റെ കൂടെ നിൽക്ക്, ഞാനും നിൽക്കാം നിന്റെ കൂടെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇത് പറയുന്നത് എന്താ അറിയോ? ഈ പ്രോഡക്റ്റ് എടുത്ത് നീ എന്റെ താഴെ എന്റെ ഭാര്യയുടെ അടിയിലാന്ന് പറയുന്നത്. എന്റെ താഴെയാണ് നീ. പോയില്ലേ? ചില വാക്കുകൾ പല ആൾക്കാരെ തകർത്ത് കളഞ്ഞിരുന്നു. ഒരാൾ ഈ പ്രോഗ്രാം സെന്ററിൽ വെച്ച് പ്രോഗ്രാം കഴിഞ്ഞോടെ ഒരാൾ എന്നെ വിളിച്ചിട്ട് മറ്റൊരാളെ വിളിച്ചോണ്ട് വന്നിട്ട്, സാറേ എന്റെ താഴെയുള്ള ആളാ. പിന്നെ ആ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പറയേണ്ടത്, സാർ എന്റെ അസോസിയേറ്റ്, എന്റെ പാർട്ട്ണറാണിത്, എന്റെ ഒപ്പം ബിസിനസ് ചെയ്യുന്ന ആളാ, ഞങ്ങൾ അടിക്കാൻ തീരുമാനിച്ചിരിക്കണം. ഇങ്ങനെ പരിചയപ്പെടുന്നത്. ഒരു ഓൺട്രപ്രണർ സംസാരിക്കുന്ന മെത്തേഡിൽ സംസാരിക്കുക. നമ്മളിത് വ്യവസായമാണ് ചെയ്യുന്നത്. ഒരു വ്യവസായം എപ്പോഴും സംസാരിക്കുക. ചെറിയ മാറ്റങ്ങൾ നമ്മളിലേക്ക് വരുത്തി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അത് നമ്മളെ ഇരിപ്പ്, നടപ്പ്, ചിരി, സംസാരം, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലൊക്കെ മൊത്തം ചേഞ്ച് ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. വേണ്ടേ? ത്രില്ലാണ്, ത്രില്ല് ലൈഫാണ്. ഞാനൊക്കെ അനുഭവിച്ചത് കൊണ്ടാ പറയുന്നത്. പൈസ ഇല്ലാത്ത അനുഭവിച്ചു. 100 രൂപ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാട്ടോ, നമ്മൾ സാമ്പത്തികമായിട്ടുള്ള തകർന്നു പോയ ആളാണെന്ന് നമ്മുടെ കുടുംബക്കാരിലും നാട്ടുകാരിലൊക്കെ ഒരു മെസ്സേജ് പോയാൽ വിളിച്ചാൽ പോലും ആരും വിളിക്കൂല. നമ്മൾ ഏതെങ്കിലും ഒരു കല്യാണത്തിന് കഥ പോയാൽ തന്നെ നമ്മൾ മൊത്തത്തിൽ ഈ നോട്ടായിരിക്കും, അവഗണനയായിരിക്കും, മാനസികമായിട്ട് തകർന്നു പോകുന്നു. എൻ്റെ ഒപ്പം വരുന്ന ഭാര്യക്കും മക്കൾക്കും പോലും ഒരു വാല്യൂ കിട്ടൂല. ആണോ അല്ലേ? ഇതൊക്കെ അനുഭവിച്ചാൽ തിരിച്ചു പിടിച്ചിട്ടാ ഇന്ന് എന്റെ ഡേറ്റ് ട്രാഫിക് ഉണ്ടാവും ഇവിടെ. എന്തിനാ? എന്റെ മോടെ ഇന്നത് വെക്കാനും. മനസ്സിലായ? വാശിയോടെ സുഹൃത്ത് വിട്ടുകളയാനുള്ള ലൈഫ്, ആ പ്രാർത്ഥനയുള്ള ബയോട്ടോ നിങ്ങൾക്ക് കിട്ടിയത്. തീർത്തടിക്കണം, തകർത്തടിക്കണം. ഞാൻ പറയുന്നത് ഒരു കാര്യം കൂടി എക്സ്ട്രീം ലെവലിൽ അടിക്കണം, എങ്കിൽ റിയൽ സക്സസിലേക്ക് വരും. ആണോ അല്ലേ? വിട്ടുകളയരുത്. പല ആൾക്കാർക്ക് ഞാൻ പ്രായമായില്ലേ, ഞാൻ സ്ത്രീയല്ലേ, എനിക്ക് പരിമിതികൾ, എന്തും മണ്ണാങ്കട്ട, ഒരു മണ്ണാങ്കട്ടയില്ല. അതൊന്നും വിചാരിക്കണ്ട. സ്ത്രീകൾ ജോലിക്ക് പോകുന്ന ആൾക്കാരെ നിൽക്കുക. ഞാൻ അതുകൂടി പറഞ്ഞിട്ട് പ്ലാനിലേക്ക് പോവാം. ജോലിക്ക് പോകില്ലേ? ജോലി കിട്ടിയാ പോകില്ലേ? ബൈറ്റോറി കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. പണ്ട് നമ്മുടെ വീട്ടിൽ അച്ഛൻ ജോലിക്ക് പോകും, ബാക്കി ഭാര്യയും മക്കളും എല്ലാവരും എന്ത് ചെയ്യും? വീട്ടുകാര്യം നോക്കിയാണ്. അച്ഛന്റെ ഒരു വരുമാനത്തിലാണ് പണ്ട് നമ്മുടെ വീട് കഴിഞ്ഞു പോകുന്നത്. ആണോ അല്ലേ? ഇന്നൊരു വീട്ടിൽ എല്ലാവരും എന്ത് ചെയ്യും? ജോലിക്ക് പോകും. എന്നിട്ട് പോലും ഒരു വീട് ഹാപ്പി അല്ല. ഇവിടെ
സ്ത്രീജനങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒടുക്കലത്തെ വിദ്യാഭ്യാസവും ഒടുക്കലത്തെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് സ്ത്രീജനങ്ങൾ. ഭയങ്കര പവർ. ഇവരുടെ പവർ ഇവർക്ക് പോലും തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറയുന്നത്. ഭയങ്കര പവറാണ് ഇവരുടെ പ്രശ്നം. തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത് ഇവരുടെ വിദ്യാഭ്യാസത്തിനോ ഇവരുടെ എഫർട്ടിനോ അനുസരിച്ചുള്ള റിട്ടേൺ സാലറി ഇവർ കൊടുക്കുന്നില്ല. ശരിയാണോ? ഇവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ജോലി കിട്ടിയാൽ മതി, സാലറി ഒന്നും പ്രശ്നമല്ല. രാവിലെ ഇവർക്ക് ഇങ്ങനെ പോണം, വൈകിട്ട് വന്ന് കയറണം. സാലറിയെ ചില സാലറി കിടങ്ങി ഭ്രാന്തായി പോട്ടെ. 8000 രൂപ തുടക്കം, 2 മാസം കഴിഞ്ഞ 10000. 8000 രൂപ എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം, ഒരു ദിവസം 300 രൂപ ഇല്ല കേട്ടോ. ഇത് നിങ്ങൾ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ജോലിയെല്ലാം ചെയ്ത് 6 മണിയാകുമ്പോൾ ബസ് സ്റ്റോപ്പ് ചെയ്ത് ബസ് കയറും. അവിടെ 8:30 മണിക്ക് അവിടെ ചെന്ന് ഓഫീസിൽ അടിച്ച് വൃത്തിയാക്കി രാത്രി വൈകുന്നേരം ജോലി കഴിഞ്ഞ് 6 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി 7:30 8 മണിയാകും വീട്ടിൽ വന്ന് ജോലി ചെയ്ത്. എന്തോരം കഷ്ടപ്പാടായി നിങ്ങൾ ചെയ്യുന്നത്. ഇതിങ്ങൾ അല്ലേ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഭയങ്കര ജോലിയാണ്. ഇതൊന്നും ആരും കാണൂല. ഇവര് ഭർത്താവ് ഹസ്ബൻഡും ഭയങ്കര അടിയാ. ഭർത്താവ് പറയുന്നത് ഞാനാ ജോലി ചെയ്യുന്നത്, അപ്പൊ ഇവര് പറയുന്നത് ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങൾ കാണുന്നില്ലേ. ഇവര് തമ്മിൽ ഡെയിലി അടിയാ. ഇനി ആണുങ്ങളുണ്ട്, ഞാൻ മണ്ടം പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ. നിങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഒന്നും നടക്കൂലെന്ന്. ഇവിടെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പേർ മാച്ച് എത്ര കിട്ടും? 6000 × 4 എത്ര കിട്ടും? 4 ആഴ്ച ഉണ്ടല്ലോ, 27000 കിട്ടുമോ? പോരെ. ഒരു അമ്പ്രാന്തം പറഞ്ഞു പോയി നിൽക്കണ്ട. നിങ്ങൾക്ക് തലവേദന വന്ന പോവണ്ട, ആരും വിളിച്ചു ചോദിക്കില്ല. ബോസ് ഇല്ല, ടൈം ലിമിറ്റ് ഇല്ല, ടാർഗറ്റ് ഇല്ല. നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ ടൈം ഇട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ടൈം എക്സ്പാൻഷൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബത്തിന്റെ തലവര മാറ്റാൻ പറ്റും. മനസ്സിലായോ? ഇനി ആണുങ്ങളുടെ കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഉള്ളവരുടെ കാര്യമല്ല കേട്ടോ, പുറത്തുള്ള ആളുടെ കാര്യം പറയുന്നത്. 20,000 രൂപ തുടക്കത്തിൽ സാലറി. ഹാപ്പിയാണ് ഇവര്. രാവിലെ ബൈക്കായാലും ബസ്സായാലും കറക്റ്റ് ഓഫീസിൽ പോകും. കണ്ടു കഴിഞ്ഞാലോ 5 ലക്ഷം രൂപ മന്ത്ലി സാലറി മേടിക്കുന്ന ആളുടെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഭയങ്കര സംശയം. മന്ത്ലി കിട്ടുന്ന 1-ാം തീയതി കിട്ടും, 5-ാം തീയതി 0 ആയ 20,000 രൂപ എന്ന് പറഞ്ഞ ഒരു ദിവസം 700 രൂപ ഇല്ലടോ. ഹലോ, 30 ദിവസം നമ്മൾ പണിയെടുക്കണ്ടേ? ആ പണി ഇവിടെ ചെയ് സുഹൃത്തെ, ഇവിടെ ചെയ്. ഇന്ന് പുതുതായിട്ട് വന്നാൽ മന്ത്ലി 1 lakh സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. മന്ത്ലി 1 lakh സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. ക്ലിയർ? ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലേ? ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ ലൈഫ് സെറ്റ് ആവുന്നത്? എവിടെ എടുത്തു നോക്കിയാലും ന്യൂനപക്ഷങ്ങളാണ് വിജയിക്കുന്നത്. ആണോ അല്ലേ? ബയോട്ടോറിക്കൽ നമ്മൾ ന്യൂനപക്ഷമല്ലേ? ഭൂരിപക്ഷം അവിടെ കിടക്കുക, പുറത്ത് കിടക്കുക. മാർക്കറ്റ് ഭയങ്കര മാർക്കറ്റാട്ടോ. ജനങ്ങളുടെ പ്രശ്നം ഹെൽത്ത് പ്രോബ്ലം, വെൽത്ത് പ്രോബ്ലം. ഇതിന്റെ സൊല്യൂഷൻ ആരുടെയിലുണ്ട്? രണ്ടും നമ്മളുടെ കയ്യിലുണ്ടെന്ന് അത് കൃത്യമായി മനസ്സിലാക്കുന്ന തരത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ റിച്ച് ആവും. സിമ്പിൾ. ഹലോ, ക്ലിയർ? അപ്പൊ മദർ പ്ലാൻ, ഈ പ്ലാൻ ആണ്. ഈ പ്ലാൻ കിട്ടാൻ ജനങ്ങളെ കൺവിൻസ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ പറയുന്നു, ഫാദർ പ്ലാൻ നിങ്ങൾക്ക് ഇതിലൂടെ വരുമാനം കിട്ടും. ഇത് അൺലിമിറ്റഡ് ആട്ടോ. അൺലിമിറ്റഡ് മന്ത്ലി കിട്ടാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യണ്ട. ഈ വരുമാനം കിട്ടാൻ നമ്മൾ ഇത് ചെയ്താൽ മതി. ഈ വരുമാനം കിട്ടാൻ നമ്മൾ പ്രത്യേകിച്ച് ഒരു ജോലിയില്ല. എല്ലാവരും മൊബൈൽ ഫോൺ എടുക്കൂ. ഐഡിയിൽ ഒന്ന് കയറൂ. ടീം ഡെവലപ്മെന്റ് ബോണസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടീമിൽ വന്ന് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾ ദിവസേന വാങ്ങുന്ന അവയർനെസ് ബോണസ്, ഫാമിലി ബോണസ്, പെർഫോമൻസ് ബോണസ്, ഇതിന്റെയൊക്കെ ദിവസേനയുള്ള ഇൻകത്തിന്റെ
ഇത്ര ശതമാനം നമ്മൾക്ക് കിട്ടും. കിട്ടിയോ? എക്സാമ്പിൾ, ഹലോ ശ്രദ്ധിക്കുക, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജംഷിനെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നാണ്, എന്റെ ഡയറക്ടർ അഫ്രൽ. ക്ലിയർ? ജംഷിക്ക് ഇന്ന് 6000 രൂപ ഇൻകോണ്ട് ഫാമിലി ബോണസ്, റൈറ്റ്? ഇതിന്റെ 5% എനിക്ക് കിട്ടും. 6000ന്റെ 5% എത്ര? 300 രൂപ എനിക്ക് കിട്ടുന്നു. ഇനി ജംഷി ഈ മാഡത്തിനെ കൊണ്ടുവന്നു, റൈറ്റ്? ഈ എന്റെ സെക്കൻഡ് ലെയർ ആണ്. മാഡത്തിന്റെ 3% എനിക്ക് കിട്ടും, റൈറ്റ്? മാഡം കൊണ്ടുവന്നാണ് ഈ മാഡത്തിന്. മാഡം ഇന്ന് 6000 രൂപ എത്ര രൂപ വാങ്ങിച്ചാലും അതിന്റെ 2%. ഇങ്ങനെ 10 ലെവലിൽ 30% എനിക്ക് കിട്ടും. അതായത് നിങ്ങൾ കൊണ്ടുവന്നാൽ അവരുടെ 10 ലെവലിലുള്ള 30% ക്രെഡിറ്റ് ആവും. കിട്ടിയോ? നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി ചെയ്തോ? അതിന് ഇല്ല. നമ്മുടെ കൂടെ വരുന്നവർക്ക് വാങ്ങുന്ന ഇൻകത്തിന്റെ ഇത്ര %. കാരണം എന്താ? ഈ ടീം, എന്റെ ഈ ടീം ഇൻകം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടോ? മാഡം വിളിക്കുമ്പോ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ലേ? അങ്ങനെ ഞാൻ എന്റെ ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പണിയെടുക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ടീം ഡെവലപ്മെന്റ് ബോണസ്. ക്ലിയർ? ഇത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മുതൽ 10 ലെവലിൽ നിന്ന് 21 ലെവലിൽ 50% ഇത് കമ്പനി എന്ത് ചെയ്യാണ്? തുടക്ക സമയത്ത് ഞാൻ വന്നു, 2 ഡയറക്ടർ ഓഫറിൽ കൊടുത്തു. എന്റെ കാര്യം പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നതൊക്കെ അവർക്കാണ് കൊടുത്തിരുന്നത്, റൈറ്റ്? അതിരിയാതെ കഴിച്ചിട്ട് മണ്ടത്തര. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ട്രീ, നിങ്ങൾ ഐ ഡി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറക്ടർ റഫറൽ നിങ്ങൾ തന്നെ ആവണം. ഒരാൾക്കും കൊടുക്കരുത്. കൊടുക്കരുത് മീൻസ് നിങ്ങൾ മോളിൽ നിന്ന് കൊടുത്താൽ ഔട്ടർ താഴത്തേക്ക് വന്ന് വീഴും, റൈറ്റ്? എക്സാമ്പിൾ, ഞാൻ ഈ മാഡം 2 പേര് ഞാൻ ഡയറക്റ്റ് കൊടുത്തു, റൈറ്റ്? മൂന്നാമത് സെബാസ് സാർ വന്നു. ഞാൻ എന്റെ ഐഡിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുത്താൽ നേരെ ജംഷിയുടെ ഔട്ടറിൽ വന്ന് വീഴും. ഹരീഷൻ വന്നു, ഞാൻ എന്ത് ചെയ്യും? എന്റെ നിന്ന് ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജംഷിയുടെയും സെബാസ്റ്റിന്റെയും ഔട്ടറിൽ വന്ന് വീഴും. ഇത് മൂന്നും എന്റെ ഡയറക്ടർ റഫറൽ ആണോ അല്ലേ? ഇവരുടെ വാങ്ങിയതിന് 5% കിട്ടും. എന്റെ ഡയറക്ടർ റഫറൽ ആകുമ്പോ ഇവിടുന്ന് 10, അവിടുന്ന് 10 ലെവല് മാറി സുഹൃത്ത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ കാണിച്ച മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത്. നിങ്ങളുടെ ഡയറക്ടർ റഫറൽ ആണോ അത് നിങ്ങളുടെ പേഴ്സണൽ ഇത് തന്നെ. എത്ര വേണമെങ്കിലും ചെയ്യാം. ഔട്ടറിലെ വന്ന് വീഴും. നമ്മൾ മോളിൽ നിന്ന് കൊടുക്കുന്ന ഒരാളുടെയും ഇന്നറിലേക്ക് വരില്ല, ഔട്ടറിലെ വരും. ക്ലിയർ? ആ പോയിന്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ. സി, രണ്ടാമത്തെ ഇൻകം ഡെഡിക്കേഷൻ ബോണസ്. ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻകം കേട്ടോ. എനിക്ക് കിട്ടിയത് എത്ര നോക്കിയേ? 2,40,000. എന്താണ് ഈ ഡെഡിക്കേഷൻ ബോണസ്? സിമ്പിൾ, ഒരു പണിയില്ല. ഇതെന്റെ ലെഫ്റ്റ് ടീമും ഇതെന്റെ റൈറ്റ് ടീമും, റൈറ്റ്? ഇത്ര ആളൊന്നും വേണ്ട. ഇവിടെ 10 പേര്, ഇവിടെ 10 പേര് മതി. ജംഷി ഇന്ന് 6000 രൂപ ഇങ്ങ് മേടിച്ചു. സജന മേഡം 6000 രൂപ ഇങ്ങ് മേടിച്ചു, റൈറ്റ്? ഇങ്ങനെയാണ് വാങ്ങിക്കുന്നത്. മേഡം വാങ്ങിച്ചു. അപ്പൊ ഇന്നത്തെ കട്ട് ഓഫ് നോക്കിയപ്പോ ഇവിടെ 25,000 രൂപ ഇൻകം പോയിട്ടുണ്ട്. 25,000. ഇവിടെ 25,000 പോയിട്ടുണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ 50,000 പോയിട്ടുണ്ട്, റൈറ്റ്? ഇത് എന്ന് 1,00,000 ആകുന്നു, അപ്പോൾ ആ ടോപ്പിലുള്ള ഐഡിക്കാരന് 15,000. അപ്പൊ നിങ്ങൾ ഓർക്കും, ഓ ഇവിടെ എന്റെ ഒരു സൈഡിലുള്ള ടീം 1,00,000 വാങ്ങിക്കണ്ട്, ഇവിടെയുള്ള ടീം 1,00,000 വാങ്ങിക്കണ്ട്. ഇത് എപ്പോ നടക്കാനാണ്? സിമ്പിൾ ആണ്. നിങ്ങളെ കൂടെ 5 പേരുണ്ടോ? 5 പേരുണ്ടോ? ഇറങ്ങണം. ജംഷി, ഞാൻ തകർത്തടിക്കാൻ തീരുമാനിച്ചു. ജംഷിക്ക് എത്ര രൂപ വേണം ഈ മാസം?
ജംഷിയായിട്ട് ഇറങ്ങിയിട്ട് ജംഷിക്ക് ഇങ്ങോട്ടാക്കണം. ഇന്നൊരു ഫാമിലി ബോണസ് മേടിച്ച് 6000. അങ്ങനെ 10 ഫാമിലി ബോണസ് ടീമിനെ കൊണ്ട് വാങ്ങിക്കുമ്പോ എത്ര 60,000 ആയോ? ഇവിടെ 10 പേരെ കൊണ്ട് ഇൻകം വാങ്ങിച്ചു 60,000 ആയോ? അടുത്ത ദിവസം ആകുമ്പോ മാച്ച് ആവൂലേ? 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 1 ലക്ഷം മാച്ച് ആക്കാം. സിമ്പിൾ. അങ്ങനെ മാച്ച് ആക്കിയാൽ ഈ ഡെയിലി കയറുന്നത് ഡെയിലി കിട്ടും. ഫാദർ പ്ലാനിൽ 15,000 മാസം പിടുത്തം കിട്ടിയോ? അങ്ങനെ മന്ത്ലി നിങ്ങൾക്ക് ഒരു ചെറിയ ലീഡർക്ക് ഒരു 50,000 10 പേരുള്ള ഒരു ലീഡർക്ക് മന്ത്ലി കുറഞ്ഞത് 10 എണ്ണം അടിപ്പിക്കാൻ പറ്റും. ഏറ്റവും കുറവാണ് ഞാൻ പറയുന്നത്. 1 ലക്ഷം അടിപ്പിക്കാൻ പറ്റും. ലീഡർക്ക് എത്ര കിട്ടും? 10 എണ്ണം അടിച്ചാൽ 1.5 ലക്ഷം കിട്ടും. വേറെ മാസം വന്ന് വീട് പറഞ്ഞ പോയിന്റ് പിടികിട്ടിയ. ഇത് ടൈം ലിമിറ്റ് ഇല്ല. എപ്പാകുന്നു അപ്പൊ കിട്ടും. ഇവിടെ ഇങ്ങനെ കയറി പോവാണ്. 5 ലക്ഷമായി. ഇവിടെ 30,000 40,000 50,000 60,000 1 ലക്ഷമായാൽ അപ്പൊ 15,000 കിട്ടും. പക്ഷേ ഇത് 0 ആകും. ഈ 5 ലക്ഷം 0 ആകും. അടുത്ത ദിവസം മുതൽ ഇത് വീണ്ടും തുടങ്ങും. പിടുത്തം കിട്ടിയോ? അതായത് ഒരു ലീഡർക്ക് ഈ ഇൻകം ഉറപ്പാണ്, നഷ്ടപ്പെടൂലെന്ന്. എത്ര താഴെ നടന്ന് ബിസിനസ് നടന്നാലും ശരി അത് കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ വരുമാനം ഇതിപ്പോ നിങ്ങൾ നോക്കിയേ. എന്റെ ഒരു സൈഡിൽ ഇത് ഇന്നലെ നമ്മൾ തുടങ്ങിയതാ. 1,82,000 രൂപ ഇൻകം വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ 87,000 മേടിച്ചിട്ടുണ്ട്. ഇന്ന് മാച്ച് ചെയ്യൂല. എനിക്ക് ഇന്ന് മാച്ച് ചെയ്യും. അപ്പൊ 15,000 അക്കൗണ്ടിലേക്ക് പിടുത്തം കിട്ടിയോ? രണ്ടാമത്തെ ഇന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഒന്ന് പറയും. ഏതെങ്കിലും ഒന്നെങ്കിലും അദ്ദേഹത്തിന് കിട്ടും, അല്ലെങ്കിൽ ഇന്നും കിട്ടും. ഇതൊക്കെ ഒരു ബിസിനസ് മൈൻഡാണ്. അപ്പൊ വന്നിരിക്കുന്ന വ്യക്തി പുലിയാണെങ്കിൽ ഡോണ്ട് വറി, ഞാൻ തരാം. പക്ഷെ റിക്വസ്റ്റ്, പുലിയാണെങ്കിൽ അവന്റെ ഡയറക്ടർ അപ്പോൾ 5 പേരെ 10 പേരെ കൊണ്ടുവരാൻ കപ്പാസിറ്റി ഇല്ലാത്ത പുലി. ഞാൻ പറയും പോടാവില്ലെന്ന് പറയും. ഇത്രയും ബിസിനസ്സിൽ കോടികൾ വേണം. നിന്റെ ഡയറക്ടർ ഓഫറിൽ കൊണ്ടുവരാൻ കണക്റ്റിംഗ് പീപ്പിൾ. ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന ആ ഒറ്റ കാര്യം ചെയ്യുമ്പോഴാണ്. ഞാൻ കോൺടാക്ട്സ് തരൂല. എന്റെ ലെഫ്റ്റ് റൈറ്റ് ഇട്ട് തന്നു ഞാൻ കിളച്ചു കളയുന്ന ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റല്ലേ സാർ? ഒരാളുടെയും അകത്തിട്ട് കൊടുക്കരുത്. ചിലരൊരു വിചാരം അറിയോ, ഇവന്റെ ലെഫ്റ്റും റൈറ്റും ഇട്ട് കൊടുത്ത് ഇവനൊരു ഫാമിലി ബോണസ് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ ഇറക്കാം. ഇറങ്ങൂല കേട്ടോ, അവൻ ഇറങ്ങൂല. അവൻ കുറച്ച് നാൾ കഴിയുമ്പോ ചോദിക്കും, നീ എന്തോ ഒന്ന് പറഞ്ഞപ്പോ സ്റ്റാർട്ട് ചെയ്യില്ലേ? എന്റെ ഇടം പോലെ ആളെ നീ കാശ് വേണം. മനസ്സിലായോ? നിന്റെ ഔട്ടറിൽ ഞാൻ കൊണ്ടുപോകും. ഹലോ, ശ്രദ്ധിക്കുന്ന പോയിന്റ്. പ്രീ പാർട്ടീഷൻ പല ലീഡർക്കും അറിയില്ല. ഇതെന്റെ ഫസ്റ്റ് പൊസിഷൻ ലീഡർ, ഈ മാഡം എന്റെ പൊസിഷൻ ലീഡർ, റൈറ്റ്? ഇവർക്ക് 2 സൈഡ് ഉണ്ട്, മാഡത്തിന് 2 സൈഡ് ഉണ്ട്, റൈറ്റ്? ഇദ്ദേഹത്തിന്റെ ഒരു സൈഡ് എന്റെ ബിസിനസ് ആണ്, മാഡത്തിന്റെ ഒരു സൈഡ് എന്റെ ബിസിനസ് ആണ്. ഇത് ഞാൻ കൊണ്ടുപോകണം. ഞാൻ ഈ 2 പേരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആവശ്യമില്ല. ഇതിന്റെ അകത്തെ ബിസിനസ് ഇവരുടെ ബിസിനസ് ആണ്. അത് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. സിമ്പിൾ. പിടുത്തം കിട്ടിയോ? ബൈനറി ട്രീ പാർട്ടീഷൻ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഇതെന്താ പറയോ, എന്റെ കൂടെ ആദ്യം വന്ന ജംഷി അനങ്ങളില്ല. ജംഷി അനങ്ങളുടെയും ഞാൻ നോക്കണം. എന്തിനാണ്? ഇദ്ദേഹത്തിന് വൺസൈഡിന്റെ ടീമല്ല, ഞാൻ ഡെവലപ്പ് ചെയ്യണ്ടേ? അങ്ങനെ വന്ന് നോക്കിയിരിക്കല്ലേ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഒരാളെയും ഡിഫെൻഡ് ചെയ്തിട്ട് നമുക്ക് കോൺടാക്ട്സ് ഉണ്ടല്ലോ, നമ്മൾ അടിച്ചടിച്ച് നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവും. അപ്പൊ ഇത് കാണുമ്പോൾ മോളിൽ നിൽക്കുന്ന ജംഷിക്ക് എന്ത് തോന്നുന്നു? ജംഷിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ അറിയോ? ഞാനില്ലെങ്കിലും റാഫിക് ആ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞാൻ പിന്മാറിയാൽ നഷ്ടം എനിക്ക് മാത്രമാണ്. അപ്പൊ ജംഷിയുടെ കോളിൽ എനിക്ക് വരും. അപ്പൊ ഞാൻ വിചാരിക്കണം, ഞാൻ സംസാരിക്കണം, ജംഷി ഞാൻ കൂടെ നിൽക്കാം, കട്ടക്കടിക്കാം. ഇപ്പോൾ പ്രോത്സാഹനം കൊടുക്കണം, ഒരു മാനസിക പിന്തുണ കൊടുക്കണം. നമ്മുടെ കൂടെ വരുന്നത് ഓരോ ഫാമിലിയിലെ ആൾക്കാരാ.
ഇത് നമ്മൾ വട്ടാണ് വരയ്ക്കുന്നത്. ഒരാൾ വട്ടാണ്, ലെഫ്റ്റ് റൈറ്റ് വട്ടം റൈറ്റ്. ഇതെങ്കിലും വട്ടമൊന്നും അല്ല, ഇതൊക്കെ മനുഷ്യന്മാരാണ്. പാന്റും ഷർട്ടും ചുരിദാറൊക്കെ ഇടുന്ന മനുഷ്യന്മാരാണ്. അവര് വട്ടം കിടക്കരുത്. അപ്പൊ അവരെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് വേണ്ട ബിസിനസ് സപ്പോർട്ട് വേണ്ടേ? അതെങ്ങനെ കൊടുക്കണം? ഫിസിക്കൽ സപ്പോർട്ട്. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കണം. 2 മെന്റൽ സപ്പോർട്ട് കൊടുക്കണം. വേണ്ടേ? മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നില്ലെന്ന്. ജംഷി വരുമ്പോ പല ഇറക്കങ്ങളും താഴ്ചകളും വീഴ്ചകളൊക്കെ ഉണ്ടാവും. ജംഷി ബിസിനസ് കൊണ്ടുവരുമ്പോ ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ. ജംഷിക്ക് ബിസിനസ് താഴത്തേക്ക് പോവാം ഇല്ലേ? എല്ലാത്തിനും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യണം? ഡോണ്ട് വറി ജംഷി, ഞാൻ വരാം, നമുക്ക് ഇറങ്ങാം, ഞാൻ ഉണ്ട് കൂടെ. ഈ ഒരു മാനസിക സപ്പോർട്ട് കൊടുക്ക്. ഹലോ, ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഇൻകം മനസ്സിലായല്ലോ, ഡെഡിക്കേഷൻ ബോണസ്. ഈ ടീം ഡെവലപ്മെന്റ് ബോണസ് കിട്ടാനും ഡെഡിക്കേഷൻ ബോണസ് കിട്ടാനും എക്സ്ട്രാ ജോലി ആരെങ്കിലും ചെയ്തോ? നമ്മൾ ഇവിടെയല്ലേ ജോലി ചെയ്യുന്നുള്ളൂ. ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഇൻകം കിട്ടുന്നു. ഫാദറും മദറും കണക്റ്റഡ് ആണ്. വിഗ്രഹത്തിന്റെ പേര് തന്നെ ഉണ്ട്, ഫാദറും മദറും കണക്റ്റഡ് ആണ്. മൂന്നാമത്തെ ഇൻകം സെൽഫ് റീപർച്ചേസ്. ഈ 3 ഇൻകവും കിട്ടാൻ ഒരാൾ ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. അദ്ദേഹം 50 PVക്ക് സെൽഫ് റീപർച്ചേസ് ചെയ്യണം. ഞാൻ അന്ന് ചെയ്തു. ഇംപ്ലിമെന്റ് ചെയ്തപ്പോ തന്നെ, MD പറഞ്ഞപ്പോ തന്നെ ഞാൻ ചെയ്തു. കാരണം വൈക്ടോറിയൻ സാഗർ ജോഷി വെറുതെ ഒരു വാക്ക് പറയൂല. മനസ്സിലായോ? ഞാൻ ചെയ്തു. എന്റെ ടീമിന്റെ താഴത്ത് ആരും റീപർച്ചേസ് ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. ഞാൻ ചെയ്തത് കൊണ്ട് അക്കൗണ്ടിൽ 3 ലക്ഷം രൂപ കയറിയോ? ഞാൻ ചെയ്തത് കൊണ്ടാണ് എനിക്ക് 3 ഇൻകം കിട്ടാനുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയത്. നിങ്ങൾ ആരൊക്കെ സെൽഫ് റീപർച്ചേസ് ചെയ്യുന്നോ അവർക്കൊക്കെ ഈ 3 ഇൻകം കിട്ടാനുള്ള എലിജിബിലിറ്റി ആയി. എടുക്കാൻ കിട്ടിയോ? ചില ആൾക്കാർ വിചാരം അറിയോ, ഞാൻ റീപർച്ചേസ് ചെയ്യാം, പക്ഷെ എന്റെ താഴെ ആരും ചെയ്യൂല. ഹലോ, ഞാൻ പറയുന്നു, ഇത് താഴെ ഉള്ളവർ റീപർച്ചേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം അല്ല. ഹലോ, പറഞ്ഞ പിടികിട്ടിയ? നമ്മുടെ താഴെ ആരും ചെയ്യുന്നത്. ക്ലിയർ? ഇനി റീപർച്ചേസിംഗ് എന്താണ്? ഞാൻ റീപർച്ചേസ് ചെയ്തു, എനിക്ക് ആ 3 ഇൻകം കിട്ടും. ഇത് ഞാൻ വാങ്ങിച്ച് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ജംഷി എന്ത് ചെയ്തു? റീപർച്ചേസ് ചെയ്തു. ജംഷി എന്റെ ഡയറക്റ്റ് ആണെങ്കിൽ അപ്പോഴേ 1500 രൂപ കിട്ടും. ഇനി ഇൻഡയറക്റ്റ് ആണെങ്കിൽ 1000. ക്ലിയർ ആയോ? ഇപ്പൊ ജംഷി വിചാരിക്കുന്നു, ആഹാ, ഞാൻ റീപർച്ചേസ് ചെയ്തിട്ട് എന്റെ 1500 കിട്ടണ്ട. വേണ്ട, വേണ്ടെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ജംഷി ഡെയിലി ഫാമിലി പെർഫോമൻസ് മേടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടൂലേ? അത് ജംഷി വിചാരിക്കാൻ പറ്റുമോ? പിടുത്തം കിട്ടിയോ? ഭയങ്കര ബ്രെയിനായിട്ട് പ്ലാൻ. ഒരാൾക്ക് നമ്മൾ ഒന്നും ചേർത്ത് ഞാൻ ആ സാധനം പിടുത്തം കിട്ടിയോ? ഇങ്ങനെ നിങ്ങൾ റീപർച്ചേസ് നിങ്ങൾ ചെയ്യുന്നു, പുതിയ ആൾ ചെയ്യുന്നു, റൈറ്റ്? പുതിയ ആളാണ് ഇനി ഈ ബിസിനസ് പ്ലാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ആ പ്ലാൻ എങ്ങനെ കൊടുക്കണം? ആ മെത്തേഡിൽ നിങ്ങൾ കുറച്ച് ലെവൽ അങ്ങോട്ട് ഡ്യൂപ്ലിക്കേറ്റ് പോയാൽ പിടിച്ചാൽ കിട്ടൂല ഇൻകം. കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂല. അൺലിമിറ്റഡ് ഇൻകം. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ 3 ഇൻകം മനസ്സിലായല്ലോ? ഇത് അപ്പൊ ഞാൻ 100 PV റീപർച്ചേസ് ചെയ്തു, റൈറ്റ്? സാർ 100 PV ആണെങ്കിൽ എനിക്ക് അതിന്റെ റിസൾട്ട് മിനിമം 50 PV. റീപർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തല്ലോ, അടുത്ത 21 ദിവസം നിങ്ങൾ റീപർച്ചേസ് ചെയ്താൽ 44ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ അടുത്ത ഏത് ദിവസം റീപർച്ചേസ് ചെയ്യണമെന്ന് അവിടെ ടൈമും ഡേറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ കാണൂല, എനിക്കുണ്ട്. അങ്ങനെ 21 ദിവസം
50 PV 9800 10700 10900 റൈറ്റ്. പല ആൾക്കാരും വിചാരിക്കുന്നത് എല്ലാ മാസവും 21 ചെയ്യണം. ഈ പ്ലാൻ അറിയാൻ പോലെ താല്പര്യം എല്ലാ മാസവും 21 ദിവസം കൊടുത്ത് ചെയ്യേണ്ട അത് കാശോട് ഇരിക്കും. ലോ തിങ്കിങ് അങ്ങനെയല്ല. അതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഒറ്റ തവണ കയ്യിൽ പൈസ അത് കഴിഞ്ഞ് എങ്ങനെ പൈസ നിങ്ങൾക്ക് കിട്ടും, എങ്ങനെ അടുത്ത 21 ഡേയ്സ് റീപർച്ചേസ് ചെയ്യും, അതിന്റെ എങ്ങനെ വരുന്നു ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ പ്ലാനാണ് ഞാൻ പറയുന്നത്. റൈറ്റ്, നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം, അതേപോലെ നോട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് എന്റെ സെഷൻ കഴിഞ്ഞു. റൈറ്റ്, ഇപ്പൊ ടൈം 1:30 മണിയായി. ഒരു 15 മിനിറ്റ് എടുക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഇനിയുള്ള ഇൻകം മദർ പ്ലാൻ, ഫാദർ പ്ലാൻ. ഒരു ജോലിക്ക് 6 ഇൻകം. ചരിത്രത്തിലില്ലട്ടോ. ഒരു പേർ മാച്ച് ചെയ്ത 1000 ഒറ്റ ഇൻകം ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഒരു ജോലിക്ക് 6 ഇൻകം. സർപ്രൈസ് ബോണസ് ഇല്ല, നമ്മളെ കൂട്ടത്തില്ല. അപ്പൊ വലിയ ഇൻകം. അതെനിക്ക് 12 ലക്ഷം കഴിഞ്ഞു. ഇത് നിങ്ങളുടെ ഐ ഡി. നമ്മൾ 50 PVക്കോ 100 PVക്കോ മാട്രസ് വാങ്ങിച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ്, ഇങ്ങനെ ഒരു ഐ ഡി വെക്കുന്ന ഒരാള് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തി വൈഫിനും അമ്മക്കും ഒക്കെ പ്രോഡക്റ്റ് എടുക്കാറുണ്ടോ? ഉണ്ട്, ഇല്ലേ? ഈ വ്യക്തിയോട് പറയേണ്ട പ്ലാനാ ഞാൻ പറയുന്നത് കേട്ടോ. ഇദ്ദേഹം ഒരു 8400 മുടക്കി 50 PVക്ക് പ്രോഡക്റ്റ് എടുത്തു. പ്രോഡക്റ്റ് ഇദ്ദേഹത്തിന് സ്പോട്ടിൽ കിട്ടി. റൈറ്റ്, ഈ വ്യക്തിയോട് പറയണം, സാർ ഈ ഐഡിയിൽ കയറി ഈ വ്യക്തിക്ക് ലെഫ്റ്റ് റൈറ്റ് 100 PV 50 PV ഇങ്ങനെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാൽ സാറിന് അവയർനെസ് ബോണസ്, ഫാമിലി ബോണസ്, പെർഫോമൻസ് ബോണസ്, ഈ 3 ഇൻകം കിട്ടാൻ സാർ ക്വാളിഫൈ. പറയാൻ ഇതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സാർ നെക്സ്റ്റ് സാർ ഈ ഐഡിയിൽ ഒരു 50 PVക്ക് സെൽഫ് റീപർച്ചേസ് ചെയ്താൽ മോർ പവർ ഇദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം മോർ പവർ എടുക്കുന്നു. മോർ പവർ അദ്ദേഹത്തിന് കിട്ടുന്നു. റൈറ്റ്, 10900 മോർ പവർ കിട്ടുന്നു. ഈ 2 പ്രോഡക്റ്റിലും ഈ കസ്റ്റമർ ഹാപ്പിയാണ്, ആണോ അല്ലേ? ഇദ്ദേഹം 10900 ഒരു റീപർച്ചേസ് ചെയ്താൽ ഇദ്ദേഹത്തിന് 9800 ഒരു ഡീലക്സ് പ്രോഡക്റ്റ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അതായത് ഞാനൊരു ഐ ഡി വെച്ചു, ഞാൻ എന്റെ വൈഫിന് ഒരു ഐ ഡി വാങ്ങി ഒരു 9800 പ്രോഡക്റ്റ് വാങ്ങിക്കാതിരിക്കും. റൈറ്റ്, അത് വേണ്ട. മോർ പവർ എന്ന് കൺവിൻസ് ചെയ്താൽ മോർ പവർ വാങ്ങുമ്പോ എനിക്ക് കൊടുത്ത പൈസക്ക് മോർ പവർ കിട്ടും, പ്ലസ് വൈഫിനുള്ള ഒരു പ്രോഡക്റ്റ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ ഏത് ചൂസ് ചെയ്യുള്ളൂ? ഇതേ ചൂസ് ചെയ്യും, ആണല്ലേ? എക്സ്ട്രാ അടുത്ത് പറഞ്ഞു കൊടുക്കണം. സാർ അങ്ങനെ റീപർച്ചേസ് ചെയ്താൽ സാറിന് ഫാദർ പ്ലാനിലെ ടീം ഡെവലപ്മെന്റ് ബോണസ്, ഡെഡിക്കേഷൻ ബോണസ്, റീപർച്ചേസ് ബോണസ്, ഈ 3 ഇൻകം കൂടി സാറിന് കിട്ടും. ക്ലിയർ? അദ്ദേഹത്തിന് ബെനിഫിറ്റ് അല്ലേ? എത്ര അദ്ദേഹം കൊടുത്തു ബിസിനസ് തുടങ്ങാൻ? ഒരു 8400, ഒരു 10000, റൈറ്റ്? അറൗണ്ട് 20000. അദ്ദേഹത്തിന് എന്തൊക്കെ തിരിച്ചു കിട്ടി? 8400 പ്രോഡക്റ്റ് കിട്ടി, 10900 പ്രോഡക്റ്റ് കിട്ടി. അദ്ദേഹത്തിന് ഒരു 9800 ഗിഫ്റ്റ് കിട്ടി. ഈ ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ കമ്പനി നേരിട്ട് അദ്ദേഹത്തിന്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും. അതിന് നമ്മൾ സൈറ്റിൽ കയറിയിട്ട് ആ അഡ്രസ് ഒന്നുകൂടി റീകൺഫേം ചെയ്ത് ലീഡേഴ്സ് കൊടുത്താലേ വരുള്ളൂ, ഇല്ല വരൂല. പോയിന്റ് പിടിക്കുക, ആ ഒരു പ്രോസസ് അവിടെ ചെയ്താലേ വരുള്ളൂ. അപ്പൊ അത്രയും പ്രോഡക്റ്റ് കിട്ടി. സി, ഇനി കമ്പനിയുടെ അടുത്തൊരു ഗിഫ്റ്റ് ഉണ്ട്.
ഈ ഒരാൾ സ്റ്റാർട്ട് ചെയ്തു 100 PV 50 PV 7 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് കമ്പനി ഒരു ജെന്റ്സ് ബ്രേസ്ലെറ്റ് ഒരു ലേഡീസ് ബ്രേസ്ലെറ്റ് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കും. അപ്പൊ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത വ്യക്തി എത്ര രൂപ കൊടുത്തു? 20,000 രൂപ അദ്ദേഹം കൊടുത്തു, റൈറ്റ്? അദ്ദേഹത്തിന് എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടി? ആദ്യം പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് കിട്ടി, പിന്നെ മോർ പവർ കിട്ടി, അദ്ദേഹത്തിന് ഗിഫ്റ്റ് കിട്ടി, അദ്ദേഹത്തിന് 8,400 ഒരു ഗിഫ്റ്റ് കിട്ടി, ആണല്ലേ? ഇദ്ദേഹം ഹാപ്പിയാണ്. ആ 9,500 ഗിഫ്റ്റ് കിട്ടി, ഹാപ്പിയാണ്. ഇത്ര ക്ലിയർ ആയോ? ഈ വ്യക്തിയെ കൊണ്ട് കറക്റ്റ് ആയിട്ട് ബിസിനസ് പ്ലാൻ കൺവിൻസ് ചെയ്യണം. എന്നിട്ട് പറയണം, വരുന്ന 30 ദിവസം കണ്ടിന്യൂ ഞാൻ സാറിന്റെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ വരുന്ന 1 വീക്ക് ഞാൻ സാറിന്റെ കൂടെ കണ്ടിന്യൂ സപ്പോർട്ട് തരാം, വർക്ക് സപ്പോർട്ട് തരാം. എത്ര പേരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? ഡയറക്റ്റ് 5, 10 ഒന്നും പറയണമെന്നില്ല. 2 പേരെ വെച്ചിട്ട് ഇദ്ദേഹത്തിന് 2 പേരെ വെച്ച് ഈ സെയിം സാധനം അങ്ങോട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഇദ്ദേഹം പറയാണ്, ഓക്കെ ഞാൻ റെഡിയാണ്, എന്റെ ഒരു 10 പേരുണ്ട്, 10 പേര് നമുക്ക് ഇരുത്താം, ആ 10 പേർക്ക് ബിസിനസ് പ്ലാൻ ചെയ്യാം. ആ 10-ൽ 2 പേര് സ്റ്റാർട്ട് ചെയ്ത് ഈ സെയിം സംഗതി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ ആ ലീഡർ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്താൽ ഈ ട്രാക്കിലെ ബിസിനസ് വിടേണ്ടത്. ഇനി ട്രാക്ക് മാറി, ഈ ട്രാക്കിലെ ബിസിനസ് വിടേണ്ടത്. അങ്ങനെ വിട്ടുകൊടുത്താൽ ഡിയർ ഫ്രണ്ട്സ്, ഒരു ബിഗിനറുടെ ഇൻകം എന്ന് പറയുന്നത് ഹെവി ഇൻകമാണ്. ഇതേപോലെ ഒരു 2 ലെവൽ പോയാൽ മതി. ഈ വ്യക്തിയോട് ടോട്ടൽ എത്ര പേര് വന്നു? 6 പേര് വന്നിട്ടല്ലേ? ആദ്യം ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു, എത്ര രൂപ കിട്ടി? ഫസ്റ്റിലെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 500 രൂപ. പിന്നെ ഇദ്ദേഹത്തിന് ഈ വ്യക്തിക്ക് ഈ പ്രോസസ് നടന്നപ്പോ എത്ര രൂപ കിട്ടുന്ന ഒരു ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് ഇദ്ദേഹം മുടക്കിയത് എത്ര? ഹലോ, ഇദ്ദേഹം മുടക്കിയ അറൗണ്ട് 20,000 രൂപ, റൈറ്റ്? 8,400 പ്രോഡക്റ്റ് ഇദ്ദേഹത്തിന് കിട്ടി, 10,900 പ്രോഡക്റ്റ് കിട്ടി, 9,800 പ്രോഡക്റ്റ് കിട്ടി, പിന്നെ 2 ബ്രേസ്ലെറ്റ് കിട്ടി. എല്ലാവരും പറയുന്നത് 7 ദിവസം കൊണ്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ 15,000 രൂപ വിലയുള്ള 2 ബ്രേസ്ലെറ്റ് എന്നാണ് പറയുന്നില്ലേ? ഇത് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ്. ഈ ഗിഫ്റ്റ് വീട്ടിൽ വരുമ്പോ നമ്മൾ പൊട്ടിച്ചു നോക്കുമ്പോ ബ്രേസ്ലെറ്റിന് 900 രൂപ, മറ്റൊരു 800 രൂപ. മുമ്പോട്ട് 1,700 രൂപയുടെ സാധനമാണോ സ്വന്തമാണോ 15,000 രൂപ എന്ന് പറഞ്ഞത്? ചോദ്യം വരാം, ആണല്ലേ? കമ്പനി ഗിഫ്റ്റ് തരുന്നതാണ്. അപ്പൊ അതിന് കറക്റ്റ് കണക്ക് കാണിക്കണം. അപ്പൊ അതിനൊരു റേറ്റ് കമ്പനി ഇടും, ആ കുറഞ്ഞ റേറ്റ്. അതുകൊണ്ട് 15,000 രൂപ വിലയുള്ള ഒന്ന് സംഗതി നമ്മൾ പറയുമ്പോഴല്ല പ്രശ്നം വരുന്നത്. പറയണ്ട സാർ, 7 ദിവസത്തിനുള്ളിൽ സാർ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ സാറിനും വൈഫിനും ഉള്ള ഒരു ഇമിറ്റേഷൻ ഗോൾഡ് ബ്രേസ്ലെറ്റ് മാഗ്നറ്റ് തെറാപ്പി സാറിന് കമ്പനി അയച്ചു തരും. ഇത് പറഞ്ഞാൽ പോരാ. 15,000 ഞാൻ അതിന് എഴുതുന്നില്ല, അത്ര വെറുത്തുണ്ട്. ഇത്ര സംഗതിയല്ലേ കിട്ടുന്നത്. അപ്പൊ എത്ര കിട്ടി? 19 27,000 രൂപ വെറുത്തുള്ള പ്രോഡക്റ്റ് അദ്ദേഹത്തിന് കിട്ടി. നെക്സ്റ്റ് ഇൻകം പറഞ്ഞു തരാം. അടുത്ത 100 PV ഇത് മാച്ച് ചെയ്തു, എത്ര കിട്ടി? 6,000. ഇത് മാച്ച് ചെയ്തു, എത്ര കിട്ടി? 6,000. ഇത് മാച്ച് ചെയ്തു, എത്ര കിട്ടി? മൊത്തം കൂടി പറ. മദർ പ്ലാനിലെ ഇൻകം കിട്ടി, ഫാദർ പ്ലാനിലെ ഇൻകം
ഇത് 2 ഡയറക്റ്റ് റഫറൽ നമ്മൾ റഫർ ചെയ്ത. അപ്പൊ എത്ര കിട്ടി? 3000 റീപർച്ചേസ് ചെയ്തല്ലോ. 3000 ഇവർ 4 പേർ റീപർച്ചേസ് ചെയ്തു. 4000 കൂട്ട്. റിയാലിറ്റി. അതുകൊണ്ട് ഒരു 20,000 രൂപ മുടക്കി ഒരു 8,400 പ്രോഡക്റ്റ് എടുത്തു, അല്ലെങ്കിൽ 100 രൂപയുടെ പ്രോഡക്റ്റ് എടുത്ത വ്യക്തിക്ക് റീപർച്ചേസ് പ്ലാൻ പറഞ്ഞു കൊടുത്ത്, അതിന്റെ ഗിഫ്റ്റ് പ്രോഡക്റ്റും പറഞ്ഞു കൊടുത്ത്, അതിന്റെ വരുമാന സാധ്യതകളും പറഞ്ഞു കൊടുത്ത് ബിസിനസ് കൺവീൻസ് ചെയ്ത ഡിയർ ഫ്രണ്ട്സ് 6 മാസം മതി നിങ്ങൾക്ക് 1 ഷെയർ അടിക്കാൻ. 6 മാസം മതി. ആ ഒരു ഇത് പറയാത്ത പലതും നമ്മൾക്ക് കിട്ടാതെ പോയത് നമ്മുടെ ബിലീഫ് ഇല്ലാത്തത് കൊണ്ടാണ്. എന്താണ്? നമ്മൾക്ക് കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓഡിറ്റോറിയത്തിൽ നെഗറ്റീവ് തരംഗങ്ങൾ ഉണ്ടായപ്പോൾ നടക്കില്ല, നടത്തിക്കത്തില്ല, നിന്റെ വണ്ടിയുടെ വട്ടം വെക്കും, നിന്നെ കൊണ്ട് കേരളത്തിൽ ബിസിനസ് ചെയ്യിപ്പിക്കത്തില്ല എന്ന് പല ആൾക്കാരും പറഞ്ഞു. ബിസിനസ് ഡെവലപ്പ് ചെയ്ത് 1 ലക്ഷം 2 ലക്ഷം രൂപ ഇൻകം വന്നപ്പോ ഇവിടുത്തെ പല കമ്പനിക്കാർ പറഞ്ഞു ഇത് തകർക്കും, ഞങ്ങൾക്കൊരു ഭീഷണിയാണ്. അവരുടെ മുമ്പിൽ ഞങ്ങൾ എതിർക്കാൻ പോയില്ല, തർക്കിക്കാൻ പോയില്ല, ഞങ്ങൾ ചിരിച്ചു. കാരണം ജനങ്ങളുടെ പ്രശ്നമാണ് ഇവിടെ. ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ട്. സ്ട്രോങ് കമ്പനിയാണ്. ഓഡിറ്റോറിയം കത്തുക തന്നെ ചെയ്യുമെന്ന് അന്ന് ഞങ്ങൾ വിചാരിച്ചു. കത്തിയില്ലേ? പോയി. ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റൂല. ബ്ലഡ് സർക്കുലേഷൻ ഉള്ളിടത്തോളം കാലം ഈ പ്രോഡക്റ്റ് ജനങ്ങൾക്ക് വേണം. ആണോല്ലേ? വലിയ അവസരം, കോടികൾ ഉണ്ടാക്കി. ഞാൻ എന്റെ ലൈഫില് വിചാരിച്ച ഒന്നും ഇല്ലായ്മയിൽ 30 മാസം മുമ്പ് വിചാരിച്ച കാര്യങ്ങളെല്ലാം നേടി. ഞാൻ വിചാരിച്ചെല്ലാം നേടി. പക്ഷെ വിചാരിച്ച വീണ്ടും മാറ്റി. അത് വേണമല്ലോ, അപ്ഡേറ്റ് ചെയ്യണം. സ്വപ്നങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ വിചാരിച്ചത് വീട് വേണം, 2 നില വീടാണ്. ഞാൻ വിചാരിച്ച വീട്ടിൽ ജിം വേണം, സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ വിചാരിച്ച കാർ വേണം, 2 കാറാണ്. ഞാൻ വിചാരിച്ച മോളുടെ കല്യാണം സെറ്റാണ്, എല്ലാം സെറ്റാണ്. ഇനി നിങ്ങളൊക്കെ വന്നാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്റെ സ്വപ്നങ്ങൾ ഞാൻ വലുതാക്കി. ഡിയർ ഫ്രണ്ട്സ്, സ്വപ്നങ്ങൾ വലുതാക്ക്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് വലിയ സ്വപ്നങ്ങൾ കാണുകയും അവിടെ എത്തിച്ചേരാതിരിക്കലും ചെയ്യലല്ല, ചെറിയ സ്വപ്നങ്ങൾ കാണുകയും അവിടെ എത്തിച്ചേരുകയും ചെയ്യലാണ്. അതുകൊണ്ട് ടാക്സ് ഒന്നും കൊടുക്കേണ്ട, വലിയ സ്വപ്നങ്ങൾ ഓഡിറ്റോറിയമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയും ഈ ബിസിനസ് ചെയ്യാൻ സീരിയസ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോ നിങ്ങളുടെ മുന്നിൽ വരുന്ന ചലഞ്ചസ് ഇതാണ്. പലരും വിട്ടു പോകാൻ കാരണം എന്താ? പല രീതിയിൽ വലിയ പൊസിഷനിൽ വന്ന ആൾക്കാരും ഓഡിറ്റോറിയം സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒറ്റ ചോദ്യ, നിനക്ക് നിന്റെ ആവശ്യമുണ്ടോ? നിനക്ക് നിന്റെ ആവശ്യമുണ്ടോ? മെച്ച കച്ചവടത്തിന്റെ ആവശ്യമുണ്ടോ? നിന്റെ മക്കളൊക്കെ സെറ്റല്ലേ? എന്തിനാ നാട്ടുകാർ രീതി കേൾക്കുന്നത്? ഉപദേശികളുണ്ട്. ഇങ്ങനെ പല ആൾക്കാരും വരും കേട്ടോ. എന്നൊക്കെ ഉപദേശിക്കാൻ ഒരുപാട് ആൾക്കാർ വന്നു. അപ്പോഴും ഞാൻ ചിന്തിച്ചത് ഓഡിറ്റോറിയം എന്താണ്, പ്രോഡക്റ്റ് എന്താണ് ഇവർക്കറിയില്ല. ഇത് സയൻസ് ആണെന്ന് ഇവർക്കറിയില്ല. ഇതിന്റെ ബിസിനസ് സാധ്യത അറിയില്ല. അറിയാത്ത ഭട്ടന്മാർ പലതും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? തർക്കിക്കാൻ പോണോ? ഞാൻ നോക്കി ചിരിച്ച് ഒരു ഏരിയയിൽ പോയി കൈവെക്കരുത്. ഞാൻ എന്റെ കാറ്, 2ാമത്തെ കാർ ഹോണ്ട സിറ്റി ഹൈബ്രിഡ് 26 ലക്ഷം രൂപ ഓൺ റോഡ് ഇറങ്ങുമ്പോ ഞാൻ തകർന്നു പോയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയ, തകർന്ന് തരിപ്പണായ വ്യക്തി ഒരു ബ്രാൻഡ് ന്യൂ കാറൊക്കെ അറിയാം, നമുക്കൊരു ആവേശം ഉണ്ടാവില്ലേ? ഒരു സ്നേഹം, ഒരു സങ്കടവും സന്തോഷമൊക്കെ വരില്ലേ? അപ്പൊ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കംഫർട്ട് സോണിലെ കൂട്ടുകാരുണ്ടാവില്ലേ? ഞാൻ വലിയ ആവേശത്തിൽ ഇവരെടുത്ത് കൊണ്ടുവന്നു. കാർ വന്ന് നിർത്തിയിട്ടൊന്നും ഇവർക്ക് ഒരു ചേഞ്ചും ഇല്ല. ഞാൻ കാറിൽ നിന്ന് വലിയ സ്റ്റൈലിലേക്ക് ഇറങ്ങി, ലഡു വാങ്ങിച്ച് വണ്ടിയുടെ ബോണറ്റിലേക്ക് വെച്ചു. എല്ലാവരും വന്ന് ഓരോന്ന് എടുത്തു. പിന്നെ ഇവന്മാരുടെ സ്വഭാവം ഓസിന് ആസിഡ് കിട്ടിയാലും അവൻ മേടിച്ചു. അതിലൊരുത്തം പറഞ്ഞത് ഇപ്പോഴും ഞാൻ മറക്കൂല. കാറിൽ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, വൈറ്റ് ആണല്ലേ, റെഡ് ആയിരുന്നു കൊള്ളായിരുന്നു.
എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, കളിച്ചു വളർന്ന സുഹൃത്ത്, സാമ്പത്തികമായി താഴ്ന്നപ്പോഴൊക്കെ എന്റെ ഒപ്പം നിന്ന സുഹൃത്ത്, എനിക്ക് നല്ല അവസരം കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു, എന്റെ വളർച്ച കണ്ട് അവൻ അന്താളിച്ചു പോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ 25 ലക്ഷമായി പറഞ്ഞു, ബൈറ്റോറത്തി ഐഡി വെക്ക്, സ്റ്റാർട്ട് ചെയ്ത് നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. അത്ര വലിയ പ്രൊജക്ട് ആണ്. വന്നില്ല. 50 ലക്ഷമായപ്പോ വന്നില്ല. 1 കോടി അടിച്ചപ്പോ ഞാൻ സമീപിച്ചു, വന്നില്ല. 1.5 കോടിയായപ്പോ വന്നില്ല. 2 കോടിയായപ്പോ എന്റെ സുഹൃത്തിന് വിട്ടു. അങ്ങനെയെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചു. ആ പുള്ളിക്കാരൻ പറഞ്ഞെന്താ അറിയോ? ചെന്ന് പറഞ്ഞു, റാഫിക്ക 2 കോടി കഴിഞ്ഞു. ഇത് കേട്ടോടനെ പറഞ്ഞത്, ഇനി അവൻ ടാക്സ് അടച്ചു മുടിയും. മൈൻഡ് സെറ്റിലാണെന്ന്, പൊതുജനത്തിന്റെ മൈൻഡ് സെറ്റിലാണെന്ന്. അതേപോലെ അടുത്ത വീട്ടിലുണ്ടാവും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ. ഇവരെയൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ തകർക്കാനും തളർത്താനും ഒരുപാട് വ്യക്തികൾ വരും സുഹൃത്തെ. നെവർ മൈൻഡ്, സക്സസ് ആയിട്ട് തിരഞ്ഞെടുക്കാവൂ. ജീവിതം വിജയം എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് ഒരാഴ്ച കൊണ്ട് 2 ദിവസം കൊണ്ട് കിട്ടുന്നതല്ല. നിരന്തരമായ പ്രവർത്തനങ്ങൾ വേണം. നിങ്ങളെ തകർക്കാൻ പല സംഗതികൾ വരും. വയനാട് ദുരന്തം പോലെ പല ദുരന്തങ്ങളും വരും. ഇതിനൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മൈൻഡ് പവർ ഉള്ളവർക്ക് മാത്രമേ കോടീശ്വരനാവാൻ പറ്റൂ. നോക്ക്, വിദ്യാഭ്യാസം കൊടുക്ക്, ചികിത്സ കൊടുക്ക്, പൈസ ഒരു പ്രശ്നമാവൂല. സക്സസ് ആയി കഴിഞ്ഞാൽ സുഖമുണ്ടിട്ട ലൈഫിൽ, സക്സസ് ആയി കഴിഞ്ഞാൽ സുഖമുണ്ട്. നമ്മളെല്ലാവരും അംഗീകരിക്കും. പക്ഷെ ഞാൻ പറയുന്ന കാര്യം, ബൈറ്റോറിൽ നിങ്ങൾ വന്ന് പെട്ടെന്ന് 10 ലക്ഷം 25 ലക്ഷമാവും. സാമ്പത്തിക അച്ചടക്കം വേണം. അഹങ്കരിക്കരുത്. എത്ര പൈസ കൂടുതൽ കിട്ടിയാലും എളിമ ഉള്ളവരായിരിക്കണം. ഒരു പുതിയ ആൾ വരുമ്പോ അവരും രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ്. നമ്മളെ ബിഗിനിങ് സ്റ്റേജ് ഓർക്കണം. അവരെ ചേർത്ത് പിടിക്കണം. അവന് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഞാൻ 2 ഇയർ അച്ചീവർ ആണ്, എന്റെ അടുത്തൊന്നും വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു സംഗതി ഒന്നുമില്ല. അങ്ങനത്തെ നമ്മളിപ്പോഴും ബോട്ടൽ ലെവല. കാരണം 100 കോടി മൈൻഡ് സെറ്റിലാണ് ആ ബിസിനസ് ചെയ്യുന്നത്. 2 കോടി പർച്ചേസ് ചെയ്യുക, പ്രോഡക്റ്റ് ഉപയോഗിക്കുക, പവർ ആകുക, ആത്മാർത്ഥമായിട്ട് ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ആ ആദ്യത്തെ 3 മാസം സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ് സുഹൃത്തെ. സ്ട്രഗ്ലിംഗ് പീരീഡ്. ഒരുപാട് ചലഞ്ചസ് വരും, ഒരുപാട് നോകൾ കേൾക്കേണ്ടി വരും. കംഫർട്ട് സോൺ വിട്ടടിക്കണം. 6 മാസം സ്റ്റിക്ക് ഓൺ ചെയ്യും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് കട്ടക്കുള്ള ലീഡേഴ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു ടീമാകും. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ലീഡേഴ്സിനോട് വാങ്ങിയ ഹെൽപ്പുകളെല്ലാം 6 മാസം 3 മാസം ടീമായി കഴിഞ്ഞാൽ കൊടുക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ വളരണം. ചില ആൾക്കാർ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു പടുവൃക്ഷത്തിന്റെ കീഴിൽ മറ്റൊരു പടുവൃക്ഷം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് ഒരു ടീമുമായി കഴിഞ്ഞാൽ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ആത്മാർത്ഥമായിട്ട് ജോലി. ഇറ്റ്സ് എ പ്രൊഫഷൻ. Are you ready for that? Yes. Are you ready? Yes. Dear friends, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ലൈഫ് ജീവിക്കാൻ വേണ്ടി യുദ്ധമാണ്. സക്സസ് ആവണം. ആരൊക്കെ പരാജയപ്പെടുത്താൻ വന്നാലും ശരി, നിങ്ങൾ കട്ടക്ക് നിന്നോ. I am with you always.